Greetings, everyone. Welcome to our podcast with Dr. Naushad Yeje and respected Mr. Najib Kandapuram MLA. നമ്മൾ ഈ പോഡ്കാസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ നൗഷാദ് ക ചൈനയിൽ വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യാനും അതുപോലെ നമുക്ക് ആസ് ആൻ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ കമ്പനി എങ്ങനെ ചൈന ആസ് എ കൺട്രി നമുക്ക് ലെവറേജ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളും, അതായത് നമുക്ക് എന്തൊക്കെയാണ് ശരിക്കും ആസ് എ കമ്പനി ട്രേഡ്, അവിടെ കുറെ കാര്യങ്ങൾ മീൻസ് മാനുഫാക്ചറിങ് ഹബ്ബാണ് ചൈന എന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ ആക്ച്വലി എങ്ങനെയാണ് നമുക്ക് അത് ലെവറേജ് ചെയ്യാൻ പറ്റുക, അതിനുള്ള പോസിബിലിറ്റീസ് എന്താ, കുറെ കാര്യങ്ങൾ ഉണ്ട് എന്ന് അറിയാം. പക്ഷെ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താന്നുള്ളതും അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതൊക്കെ ഒരു വാക്ക് ത്രൂ നമുക്ക് പോവാം. അപ്പോൾ ആദ്യമായി നമുക്കൊന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ബഹുമാനപ്പെട്ട MLA നജീബ് കാന്തപുരം, ഓവർ ടു യു. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം, നമ്മളിപ്പോഴും ചൈനയെ കുറിച്ച് ഒരു കൗതുകത്തോടു കൂടി നമ്മളൊക്കെ കേൾക്കുന്ന ഒരു കാര്യമാണ്. കാരണം പ്രത്യേകിച്ച് മലയാളികൾക്ക് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ചൈന വളരെ കണക്റ്റഡ് ആയ ഒരു കൺട്രിയാണ്. പ്രത്യേകിച്ചും മാനുഫാക്ചറിങ് രംഗത്ത് എല്ലാ ഡൈവേഴ്സിഫൈ ചെയ്ത് ഒരു രാജ്യം അതിൻ്റെ വികസനത്തിൽ പോയ ഏറ്റവും ഹൈപ്പിലേക്ക് പോയ ഒരു ചരിത്രവും അതിൻ്റെ ഒരു കാര്യവും ഒക്കെ എല്ലാവർക്കും ഒരു കൗതുകമുള്ള കാര്യമാണ്. അപ്പോൾ സ്കെയിലപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വലിയ ഇനീഷ്യേറ്റീവ് കഴിഞ്ഞ 3 വർഷമായി പെരിന്തൽമണ്ണ ആസ്ഥാനമായി നമ്മൾ ആരംഭിച്ചതിന് ശേഷം അതിൻ്റെ ഡിഫറൻ്റ് ആയ നിരവധിയായിട്ടുള്ള കാര്യങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ചൈനയിൽ നിന്നുള്ള ഡെലിഗേറ്റ്സിനെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ദുബായിൽ നമ്മൾ നടത്തിയ സ്കെയിലപ്പ് കോൺക്ലേവിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എഡിഷൻ എന്ന് പറയുന്നത്. അതിന് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അതിഥിയായി പങ്കെടുത്ത ഡോക്ടർ നൗഷാദുമായി ഇപ്പോൾ നമ്മൾ വീണ്ടും വേദി പങ്കിടുകയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നൗഷാദിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ, ഡോക്ടർ നൗഷാദ് ഫിസിഷ്യനായിട്ട് തന്നെ നിൽക്കുന്ന ഒരു ഡോക്ടർ, ബൈ പ്രൊഫഷൻ ഹീസ് എ ഡോക്ടർ. ആക്ച്വലി 10-20 വർഷക്കാലത്തിലേറെ ചൈനയിലെ പഠനം, ചൈനയിൽ നിന്ന് ഡോക്ടറായി, അല്ലെ ചൈനയിൽ തന്നെയല്ലേ നൗഷാദ്? അതിനുശേഷം അവിടുന്ന് ഒരു വലിയ ഓൺട്രപ്രണറായി, ഒരു വലിയ ഇൻഡസ്ട്രിയലിസ്റ്റായി, നമുക്കൊക്കെ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു മലയാളിയായി ഉയരങ്ങളിൽ നിൽക്കുന്ന ഒരാൾ നമ്മളോട് ചൈനയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു സെഷനായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ചൈനയുടെ പൊട്ടൻഷ്യൽ, ചൈനയിലെ വളർച്ചയുടെ ഗതി, ഇനി ചൈന ഏതൊക്കെ മോഡിലേക്ക് പോകുന്നു, കേരളം പോലെയുള്ള ഒരു സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ ചൈനയെ നോക്കി കാണുമ്പോൾ നമ്മൾ എന്താണ് അതിൽ നിന്ന് സ്വാംശീകരിക്കേണ്ടത്, എങ്ങനെയാണ് നമുക്ക് അതിൽ നിന്ന് മോഡലുകളെ ഉണ്ടാക്കേണ്ടത്, അങ്ങനെ എന്തെല്ലാം റിപ്ലിക്കേഷൻ നമുക്ക് നടത്താൻ സാധിക്കും. അതിലപ്പുറം നിങ്ങളും ഞാനൊക്കെ ഒന്ന് ചൈന കണ്ടാൽ എന്ത് മാറ്റം വരും, ഇതെല്ലാമാണ് നമ്മളുടെ ഈ ഡിസ്കഷൻ പോയിന്റ്. താങ്ക് യു നൗഷാദ് ഖാൻ. ആദ്യം നൗഷാദ് ഖാന്റെ ഒരു അതായത് ചൈനയിലെ ഒരു എക്സ്പീരിയൻസ്, അതായത് എങ്ങനെയാണ് ആസ് എ ഡോക്ടർ കൺവേർട്ടഡ് ടു എ ഡീപ് കോർ ടെക്നോളജിസ്റ്റ് എന്നുള്ളത്. പിന്നെ അതുപോലെ എൻ്റെ ഫസ്റ്റ് ചോദ്യം ഡയറക്ട്ലി നൗഷാദ് ഖാനോട് ചോദിക്കാനുള്ളത്, ഞാൻ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ചൈനയിലോട്ട് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ അത് എനിക്ക് അവിടെ ഒരു കമ്പനി അല്ലെങ്കിൽ എനിക്കൊരു പ്രസൻസ് വേണമെന്നുണ്ടെങ്കിൽ അത് എത്ര ഈസിയാണ്? ഹൗ കാൻ ഐ കൊളാബറേറ്റ് വിത്ത് ചൈന? ഓക്കെ, താങ്ക് യു ഫോർ ഹാവിങ് മീ. നേരത്തെ നജീബിക്കയും പിന്നെ നദിമൊക്കെ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ ഏകദേശം 20 വർഷമായി ഇപ്പോൾ ചൈനയിൽ ഇവിടെ 2 കമ്പനി റൺ ചെയ്യുന്നു. ഒരു മാനുഫാക്ചറിങ്ങും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റും, പിന്നെ ഒരു എൻഡ് ടു എൻഡ് പ്രൊജക്ട് മാനേജ്മെൻറ്റ്, അതുപോലെ സോഴ്സിങ്, ട്രേഡിങ്, സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ, അങ്ങനെയുള്ളെല്ലാം കൂടി ഉൾപ്പെടുത്തിയുള്ള വേറൊരു കമ്പനി. ഇതിൽ നദീമ് ചോദിച്ചത് ഇപ്പോൾ ആസ് എൻ ഇൻഡിവിജ്വൽ നമുക്ക് എന്തൊക്കെ ലെവറേജ് ചെയ്യാൻ കഴിയും ചൈനയിൽ നിന്നാണ്, അല്ലേ? അപ്പോൾ ചൈന ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഇൻഡസ്ട്രിയലിസ്റ്റ് കൺട്രിയാണ്. അതായത് ലോകത്തിലെ ഒരുപാട് സപ്ലൈ ചെയിൻ ചൈനയിലാണ് ഉള്ളത്. പ്രത്യേകിച്ച് എർത്ത് മിനറൽസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ചൈനയിലാണുള്ളത്. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ പോലും ഇന്ത്യയിലോട്ട് ഇറക്കുമതി ചെയ്യുന്ന ഒരു 70% സാധനങ്ങളും ചൈനയിൽ നിന്നാണ് വരുന്നത്. പക്ഷേ ചൈനയുടെ ടോട്ടൽ എക്സ്പോർട്ട് വെച്ച് നോക്കുമ്പോൾ ചൈനയുടെ വെറും 3% മാത്രമേ ഉള്ളൂ ഇന്ത്യയിലോട്ടുള്ള എക്സ്പോർട്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാൻഡൻ ഫെയർ പോലുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ടച്ച് ആൻഡ് ഫീൽ, അല്ലെങ്കിൽ ഒരു കുടക്കീഴിൽ നമുക്ക് ഒരുപാട് പ്രോഡക്റ്റുകളെ പരിചയപ്പെടാൻ, ഏകദേശം ഒരു 250ഓളം സൈസ് വരുന്ന, ഒരു സ്റ്റേഡിയത്തിൻ്റെ സൈസ് വരുന്ന
ഒരു വെന്യൂ ആണ് ഈ കാൻഡൻ ഫെയർ. അത്രയും സ്ഥലങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രോഡക്റ്റുകൾ നേരിട്ട് പരിചയപ്പെടാനും, പ്രത്യേകിച്ച് ഓരോ വർഷവും പുതിയ പ്രോഡക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്നത് ഓരോ കമ്പനിയുടെയും അവരുടെ ഏറ്റവും സ്ട്രെങ്ത് കാണിക്കുന്ന ഒരു സമയമാണ് ഈ കാൻഡൻ ഫെയർ. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു മാർക്കറ്റാണ്, ഇന്ത്യ അതുപോലെ ആഫ്രിക്കയൊക്കെ. അപ്പോൾ ഈ മാർക്കറ്റിലേക്ക് പുതുതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ലോഞ്ച് ചെയ്യാനും അതിലൂടെ നമുക്കൊരു വലിയൊരു ബിസിനസ് സാധ്യത തന്നെ ഉണ്ടാക്കിയെടുക്കാനും കഴിയുന്ന ഒരു രാജ്യം തന്നെയാണ് നമ്മുടെ ചൈന. അപ്പൊ ചൈനയിൽ നിന്ന് ഒരുപാട് കാര്യം പഠിക്കാനുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ നമ്മുടെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്കെയിലപ്പ് വില്ലേജിന്റെ സ്കെയിലപ്പ് കോൺക്ലേവ്. ഇത്തവണ നമ്മൾ അതിന്റെ ഒരു തീമാറ്റിക് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് സ്കെയിലപ്പ് AI എന്നുള്ള നിലയിലാണ്. അപ്പൊ തീർച്ചയായിട്ടും നൗഷാദ് തീർച്ചയായിട്ടും ആ സമയത്ത് നമ്മളെ കൂടെ ഉണ്ടാവണം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമുക്കത് ഏറ്റവും നല്ലൊരു പൊട്ടൻഷ്യലിൽ കൊണ്ടുപോകണം. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷത്തെ 2 വർഷത്തെയും നമ്മളൊരു എക്സ്പീരിയൻസിൽ വലിയ തോതിലുള്ളൊരു പാർട്ടിസിപ്പേഷൻ ത്രൂ ഔട്ട് കേരള ഉണ്ടായി. അപ്പോൾ ഏകദേശം ഒരു 10,000 എബോവ് ഫുട്ഫാൾ ഉണ്ടായി. അപ്പൊ അതിന്റെ ഒരു നെക്സ്റ്റ് ലെവലിൽ നമ്മളൊരു സ്കെയിലപ്പ് AI എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് നമ്മളതിന്റെ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അതിനോടനുബന്ധമായിട്ട് ചോദിക്കാനുള്ള ഒരു കാര്യം, നമ്മളിപ്പോൾ AI റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ ചൈനയിൽ നടക്കുന്ന പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെയൊക്കെയാണ് ഈ നമ്മുടെ ഒരു ഡെയിലി ലൈഫിലേക്ക് ചൈനീസ് ആളുകൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു? ഇപ്പോൾ നമ്മുടെ ഇവിടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എഡ്യൂക്കേഷൻ സെക്ടറിൽ, അതുപോലെ മാനുഫാക്ചറിങ്, ഫുഡ് ഇൻഡസ്ട്രി, ട്രാൻസ്പോർട്ടേഷന്, ഇവിടെ എല്ലായിടത്തും ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡീപ് സീക്കെല്ലാം കമ്പൈൻഡ് ആയിട്ടുള്ള ഫുഡ് കോർട്ടുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഈ ഫുഡ് കോർട്ടിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 10 പ്രാവശ്യം പോയി അവിടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ 11ാമത്തെ പ്രാവശ്യം നമ്മുടെ ബിഹേവിയർ മനസ്സിലാക്കിയിട്ട് അത് നമുക്ക് സജസ്റ്റ് ചെയ്യും, ഈ ഫുഡ് ഇന്ന് ഈ ദിവസം ഈ ഫുഡ് കഴിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത്രയും അഡ്വാൻസ്ഡ് ആയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിഹേവിയർ, നമുക്കൊരു ഡയറ്റീഷ്യനെ പോലെ അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയർ മനസ്സിലാക്കിയിട്ട് നമ്മൾ കഴിക്കുന്ന പാറ്റേൺ മനസ്സിലാക്കിയിട്ട്, ശരിക്കും AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രീ പ്ലാൻഡ് അല്ല, ഒരു പ്രീ പ്രോഗ്രാംഡ് അല്ല. അത് നമ്മളെ പഠിക്കാനും നമ്മുടെ ബിഹേവിയർ മനസ്സിലാക്കാനും അത് കഴിഞ്ഞിട്ട് നമുക്ക് സജഷൻ തരാനുള്ള ശേഷിയുള്ള വസ്തുക്കളെ മാത്രമേ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയാൻ പറ്റൂ. അപ്പോൾ ഈ ഫുഡ് കോർട്ടുകളിലും ഈ ഐസ്ക്രീം പാർലറുകൾ അല്ലെങ്കിൽ പിന്നെ കോഫികൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ഇപ്പോഴും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇംപ്ലിമെന്റ് ചെയ്തു തുടങ്ങി. അതിനർത്ഥം നമുക്ക് ഇനി ഇന്ന് ഒരു 10 ദിവസം അവിടെ പോയി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഇനി 11ാമത്തെ ദിവസം നമുക്ക് എന്ത് ഫുഡ് കഴിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു തരും. നമ്മുടെ ഒരു എരിവും പുളിയും ടേസ്റ്റും കാര്യങ്ങളൊക്കെ. യെസ്, കംപ്ലീറ്റ്ലി. അതുപോലെ മാനുഫാക്ചറിങ് ഫീൽഡും ഇപ്പോൾ മൊത്തം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയി. അതുപോലെ സർവൈവൽ ആൻഡ് സെക്യൂരിറ്റികളുടെ നമ്മുടെ ഇവിടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ് എഞ്ചിനീയറിംഗ് കമ്പൈൻഡ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇന്നലെ നമ്മുടെ പ്രോഗ്രാമുമായി കണക്റ്റഡ് ആയിട്ട് ചില പ്രത്യേക വെൻഡേഴ്സിനെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ് ആൾക്കാരെ വിളിക്കാൻ വേണ്ടിയിട്ട്, അവരെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവരുടെ ചെയർമാൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അവരുടെ കുറച്ച് പ്രോഡക്റ്റുകൾ, സർവൈവലൻസിന് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകൾ, അതായത് ഒരു പോലീസിന്റെ പണി ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എടുക്കാൻ തുടങ്ങി. അവരെന്നെ എല്ലാ ഭാഗങ്ങളിലും, ഒരു കാർ പാർക്കിംഗ് ഏരിയ ആവട്ടെ അല്ലെങ്കിൽ ഒരു വെയർ ഹൗസ് ആവട്ടെ, എല്ലാ ഭാഗങ്ങളിലും റോബോട്ട്സ് അത് വിത്ത് ടയർ അത് എല്ലാ ഭാഗങ്ങളിലും പോവുകയും അവിടെ അല്ലാത്ത ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യും, അവരെ ബാക്ക് എൻഡിലേക്ക് അറിയിക്കുകയും ചെയ്യുന്നു. അതുപോലെ എത്രമാത്രം ടെമ്പറേച്ചർ ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വേസ്റ്റ് സാധനങ്ങൾ ഉണ്ടോ അതെല്ലാം അത് ഡിറ്റക്ട് ചെയ്യുന്നു. അത് നമ്മുടെ എൻ്റയർ സർവൈവലൻസ് മൊത്തം നമ്മളെ കാത്തു നോക്കുന്ന ഒരു രീതിയിലേക്ക് മാറിയിരിക്കുന്നു ഇവിടുത്തെ ചൈനയിലെ ഓരോ സിസ്റ്റംസും. ഇപ്പൊ നമ്മളിപ്പോ സ്വാഭാവികമായിട്ടും ഇപ്പൊ US പലപ്പോഴും ഉണ്ടാവുന്ന മാറ്റങ്ങളെക്കാളും വളരെ ടെക്നോളജിയിലും ചീപ്പർ ലെവലിലാണല്ലോ ചൈനയിൽ മാറ്റം ഉണ്ടാകും. ഇപ്പൊ ഡീപ് സീക്ക് വന്നതുപോലെ അല്ലേ? അതെ. കാരണം ചീപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നജീബ് ചീപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുമ്പ് കാലങ്ങളിൽ ചൈന എന്ന് പറഞ്ഞാൽ ചീപ്പ് എന്നുള്ള ഒരു ചിന്ത നമുക്ക് വരുമായിരുന്നു. ഇപ്പൊ ചീപ്പ് അല്ല, ഇപ്പൊ എന്താണ് സ്കിൽഡ് ലേബേഴ്സ്, സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ. രണ്ടാമത് ചീപ്പ് ആവാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനങ്ങളുടെ അവൈലബിലിറ്റിയാണ്, സപ്ലൈ ചെയിൻ ആണ്. എന്തൊരു കാര്യങ്ങൾ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എൻ്റയർ സപ്ലൈ ചെയിൻ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ കൂട്ടി യോജിപ്പിച്ചു, ട്രാൻസ്പോർട്ടേഷൻ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം കൂട്ടി യോജിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രൊഡക്ഷൻ കോസ്റ്റ് ഡ്രാസ്റ്റിക്കലി താഴോട്ട് വരും. ഇതിനു മുമ്പ് ഞാൻ വേറൊരു പോഡ്കാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു,
ചില അമേരിക്ക, ഇപ്പൊ ട്രംപ് അദ്ദേഹം അവിടെ കുറെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് പല ആൾക്കാരെ ക്ഷണിക്കുന്നുണ്ട് ഐഫോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവിടെ ഉണ്ടാക്കുന്ന ആ രീതിയിൽ ഐഫോൺ അവിടെ ഉണ്ടാക്കി വിൽക്കാൻ കഴിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ലേബേഴ്സിന്റെ എക്സ്പെൻസ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ ചൈന ഉണ്ടാക്കുന്നത്, അപ്പോൾ വേറൊരു ആർഗ്യുമെന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ എന്താണ്ട് അവർ റോബോട്ടിക്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. റോബോട്ടിക്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്, ആ റോബോട്ടിക്സ് ചൈനയിൽ ഉണ്ടാക്കണം, അപ്പോഴും ചൈന വേണം കൂടെ. അതുപോലെ എർത്ത് മിനറൽസ് ഇനി വരുന്ന ഒരു കാലത്ത് കുറച്ചും കൂടി നമ്മളെ ഒരു ഇൻഡസ്ട്രിയില് ഇതിന് മൊത്തം സ്കെയിലബിൾ ആയിട്ടുള്ള ഒരു വോളിയം ഓഫ് പ്രൊഡക്ഷൻ ആണ് കൂടാൻ പോകുന്നത്, അല്ലെ? അതെ 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 അതെ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കണക്റ്റഡ് ആയിട്ടുള്ള ടെക്നോളജി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ സ്കെയിലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ അത്രയും വലിയ ഒരു ഹൈപ്പിലേക്ക് പോവല്ലേ ചെയ്യണത്? അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഈ ടെക്നോളജി, പുതിയ പുതിയ ടെക്നോളജി വരുമ്പോൾ ഈ തീർച്ചയായിട്ടും ഈ കോസ്റ്റ് കുറയും, ഈ ജനങ്ങൾക്ക് അഫോർഡബിലിറ്റി കൂടും, അപ്പോൾ ഇതിന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂടും. തീർച്ചയായിട്ടും ഇതിന്റെ പ്രൊഡക്ഷൻ അതൊരു വളരെ വലിയ സ്കെയിലബിൾ ആയിട്ട്. ഇപ്പൊ നിങ്ങളിപ്പോ 20 വർഷമായിട്ട് ചൈനയിൽ നിൽക്കുന്ന ഒരാളാണ്. ചൈനയില് ഇപ്പം പുറത്തുള്ള രാജ്യത്തു നിന്നുള്ള ആളുകൾക്ക് ഒരു ചൈനീസ് ആളുടെ അതേ കൺസിഡറേഷൻ അവിടുത്തെ എല്ലാ കാര്യത്തിലും ഉണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടോ, റെഗുലേഷൻസ് ഉണ്ടോ? അല്ല, സോഫാർ ഇന്നേ വരെ അങ്ങനെയൊന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ അല്ലെങ്കിലും വോട്ടില്ല, പക്ഷെ മറ്റ് ചൈനീസ് സിറ്റിസൻസിന് കിട്ടുന്ന ആ കുറച്ച് പ്രധാനപ്പെട്ട നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന കുറച്ച് റൈറ്റ്സ് ഉണ്ടാവും. അതൊഴിച്ചിട്ട് ബിസിനസ് ചെയ്യുന്നതിനോ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊന്നും ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. നമുക്ക് ഈസിയിൽ നമുക്ക് ആക്സസ് ചെയ്യാം. ഒരു ഇൻവെസ്റ്റർക്ക് അവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ ഏതെങ്കിലും ലോക്കൽസിന്റെ സപ്പോർട്ട് ആവശ്യമുണ്ടോ? ഒരു സപ്പോർട്ട് വേണം. നമ്മളൊരു കമ്പനി ഓപ്പൺ ചെയ്യാനോ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനൊക്കെ നമുക്ക് 100% നമുക്കൊരു കമ്പനി നമ്മുടെ പേരിൽ തന്നെ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് അത് ചെയ്യാവുന്നതാണ്. അതിന് ഒരാളുടെ സപ്പോർട്ട് ആവശ്യമില്ല, ലോക്കൽസിന്റെ സപ്പോർട്ട്. ലീഗലി പ്രൊട്ടക്റ്റഡ് ആണോ? അതെല്ലാം ലീഗലി പ്രൊട്ടക്റ്റഡ് ആണ്. ഇപ്പൊ നമുക്ക് ചൈന വിസിറ്റ് ചെയ്യുന്ന ഓരോ ആളുകൾക്കും ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പൊ I20 കോൺഫറൻസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വരുന്ന ഒരാൾക്ക് എന്തെങ്കിലും ടേക്ക് അവേ ഉണ്ടാവും? കാനൺ ഫെയറിൽ വരുന്ന ആൾക്കാർക്ക് ഏറ്റവും വലിയൊരു ടേക്ക് അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത്രയും വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ള വെന്യൂ ആണ് ഇവിടെ ഉള്ളത്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ദുബായിലെ ഷെയ്ഖ് മുഹമ്മദ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഡയറക്റ്റ് വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പോലും അദ്ദേഹത്തിന്റെ പ്രായം ഒന്നും എടുക്കാതെ അദ്ദേഹം പോലും ഡയറക്റ്റ് വന്ന് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും വലിയൊരു ഹ്യൂജ് വെന്യൂ ആയിരിക്കണം. അപ്പൊ ഇത്രയും വലിയൊരു വെന്യൂ 60,000-ൽ കൂടുതൽ ബൂത്തുകൾ, അതായത് 60,000-ൽ കൂടുതൽ കമ്പനികൾ പ്രസന്റ് ചെയ്തിട്ടുള്ള അവരുടെ ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ന്യൂ ടെക്നോളജി പ്രോഡക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഈ കാനൺ ഫെയർ. അപ്പൊ GCC എന്നായാലും ഇന്ത്യയിൽ നിന്നാണ്, കാരണം GCCയും ആഫ്രിക്കയും കൂടി വളരെ കണക്റ്റഡ് ആണ്. അപ്പം എല്ലാ ആൾക്കാർക്കും ഇപ്പൊ ആഫ്രിക്കയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുപോലെ ലോകത്തിൽ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മാർക്കറ്റ് ആണ് ഇന്ത്യ. അപ്പൊ ഈ രണ്ട് സ്ഥലങ്ങളും, ഇന്ത്യ, GCC, ആഫ്രിക്ക, ഇത്രയും സ്ഥലങ്ങളിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റുകൾ ഓൺലൈനിൽ നിന്ന് കാണുന്നത് പോലെയല്ല, നമുക്ക് ടച്ച് ആൻഡ് ഫീലും ഒരു കാറ്റഗറിയുള്ള പ്രോഡക്റ്റിനും തന്നെ ഒരുപാട് വെൻഡേഴ്സിനും നമുക്ക് ഫാക്ടറിക്കാരെ ഫേസ് ടു ഫേസ് കാണാനും സംസാരിക്കാനും ആ പ്രോഡക്റ്റിനെ പറ്റി കൂടുതൽ അറിയാനും ടച്ച് ആൻഡ് ഫീൽ എല്ലാം കിട്ടുന്ന ലോകത്തിൽ തന്നെ ഏറ്റവും വലിയൊരു വെന്യൂ ആണ് കാനൺ ഫെയർ. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് വരുന്ന ആൾക്കാർക്കുള്ള. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഓപ്പർച്യൂണിറ്റി സീക്ക് ചെയ്യാൻ വരുന്ന ആൾക്കാർക്കോ, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വരുന്ന ആൾക്കാർക്കോ, അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യാൻ വരുന്ന ആൾക്കാർക്കോ കിട്ടുന്ന ഏറ്റവും വലിയൊരു കാര്യം. അല്ലെങ്കിൽ നമ്മൾ ഇതല്ലാത്ത സമയത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് ചില കമ്പനികൾ ചിലപ്പോൾ 1000-കണക്കിന് കിലോമീറ്റർ അപ്പുറത്തായിരിക്കും. അപ്പൊ നമ്മളൊരു 5 കമ്പനി കവർ ചെയ്യണമെങ്കിൽ തന്നെ ചിലപ്പോൾ ഒരു 2-3 ആഴ്ച ഇവിടെ നിൽക്കുന്നുണ്ട്. കാരണം ഫ്ലൈറ്റ് ഒക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ഭയങ്കര ഹെക്റ്റിക് ആയിരിക്കും. അതിന് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു കുടക്കീഴിൽ എല്ലാ സാധനങ്ങളും കിട്ടുമ്പോൾ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ്. ടൈം, കോസ്റ്റ് എല്ലാം നമുക്ക് സേവ് ചെയ്യാൻ കഴിയും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി ഷെൻജൻ കോൺഫറൻസ് വരാൻ പോവാണ്. അതിന്റെ എന്തെല്ലാം പെർട്ടിക്കുലർ ആയിട്ട് പറയുകയാണെങ്കിൽ അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതെന്തൊക്കെയാണ് നമുക്ക് പ്രത്യേകമായിട്ട് ഒരു കാര്യങ്ങളുള്ളത്? ഷെൻജൻ വെച്ച് നടത്തുന്ന IPT നടത്തുന്ന ഈ ബിസിനസ് കോൺക്ലേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിനു മുമ്പും ഇതിനു ശേഷം ആരെങ്കിലും അത്തരം രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഒരു ബിസിനസ് കോൺക്ലേവ് നടത്തിയിട്ടില്ല, ഇനി നടത്താൻ സാധ്യതയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു പ്രീമിയം ഒരു ബിസിനസ് കോൺഫറൻസ് ആണ്. ഈ കോൺഫറൻസിൽ നമ്മൾ സാധാരണ എല്ലാ വന്ന ആൾക്കാരും കൂടി ഇരുന്ന് സംസാരിക്കുകയല്ല, അതിന് പകരം
ടോപ്പ് 500 ഫോർച്യൂൺ കമ്പനികളിലുള്ള CEO ചെയർമാൻമാർ, അതുപോലെ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഒഫീഷ്യൽസ്, പല രാജ്യത്തു നിന്നുള്ള പ്രധാനപ്പെട്ട ഗസ്റ്റുകൾ, അതുപോലെ ഈ കൂട്ടത്തിൽ ഇത്രയും വരുന്ന നമ്മുടെ ക്ലയൻസും നമ്മുടെ ഗസ്റ്റുകളും. ഇതുകൂടാതെ കാൻഡൻ ഫെയറുകളിൽ നമുക്ക് കണ്ട് പരിചയമില്ലാത്ത അല്ലെങ്കിൽ കാണാൻ പറ്റാത്ത രീതിയിലുള്ള യുണീക്ക് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക്കുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്ന വെൻഡേഴ്സിനും കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു കോൺഫറൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ കോൺഫറൻസിൽ ഒരുപാട് ആൾക്കാർക്ക് ഇൻവെസ്റ്റ്മെന്റ് വാങ്ങിക്കാനും അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കാനും അതുപോലെ അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനും അതുപോലെ നെറ്റ്വർക്കിങ്ങിനുള്ള ഏറ്റവും വലിയൊരു മേഖല തന്നെയാണ്. കാരണം ഈ പ്രാവശ്യം GCCയിലും നമുക്ക് ഒരുപാട് ആൾക്കാർ നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കോൺഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ നെക്സ്റ്റ് ലെവൽ പ്രോഗ്രാമാണ്. അത് കഴിഞ്ഞ പ്രാവശ്യം വന്ന ആൾക്കാർക്ക് അറിയാം. ഇനി ഓരോ പ്രാവശ്യം നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാം നമ്മൾ ഇത്രയും ദിവസങ്ങൾ നമ്മൾ ഇവർക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം ചൈന സൈഡിൽ നിന്ന് ഒരു 10ഓളം ആൾക്കാരും മലയാളികളായിട്ടുള്ള ഒരു 10ഓളം ആൾക്കാർ, ഏകദേശം 20ഓളം ആൾക്കാരാണ് ഈ വരുന്ന 100-150 ആൾക്കാരെ നമ്മൾ സെർവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്, അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരു ഹെഡേക്ക് ഇല്ലാതെ അവർക്ക് ഫ്രീ ആയി വന്ന് ഫ്രീ ആയി എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ ബിസിനസ് ചെയ്ത് തിരിച്ച് അല്ലെങ്കിൽ ബിസിനസ് എക്സ്പാൻഡ് ചെയ്ത് ഓപ്പർച്യൂണിറ്റികൾ കണ്ട് തിരിച്ചു പോകാനുള്ള ഒരു ഫെസിലിറ്റിയാണ് നമ്മുടെ IPT ഈ വർഷം നമ്മൾ ഷെൻജനിൽ വെച്ച് നടത്തുന്നത്. ഇൻഷാ അല്ലാഹ് ഇതിൽ നമുക്ക് പല പല പുതിയ കാര്യങ്ങൾ കാണാനും പഠിക്കാനുള്ള ഒരു അവസരങ്ങൾ. ലോകത്തിലെ ഏറ്റവും വലിയ ട്രേഡ് ഫെയർ ആണ് കാൻഡൻ ഫെയർ എന്ന് പറയുന്നത്. ഇപ്പോൾ 50-ലധികം രാജ്യങ്ങളിൽ നിന്ന്, 50 അല്ല ആക്ച്വലി, ലോകത്തിൽ നിന്ന് ഒരു പോയിന്റിൽ ഫോക്കസ് ചെയ്തിട്ട് ഏറ്റവും വലിയ ഇമ്പോർട്ട് എക്സ്പോർട്ട് ഫെയർ ആണ് കാൻഡൻ ഫെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാൻഡൻ ഫെയറിന് ഒരു സാധാരണ, അതായത് ഒരു ഓൺട്രപ്രണർ എന്നുള്ള നിലക്ക് ഞാൻ GCCയിലോ കേരളത്തിലോ ഉള്ള ഒരു ഓൺട്രപ്രണർ എന്നുള്ള നിലക്ക് ഞാൻ കാൻഡൻ ഫെയറിൽ വന്നാൽ എനിക്ക് എന്താണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക? ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ള ജനങ്ങളും വരുന്ന ഒരു ഇവന്റ് ആണ് കാൻഡൻ ഫെയർ. ഓക്കെ, ഈ കാൻഡൻ ഫെയർ കൂടാതെ ലോകത്തുള്ള മറ്റ് പ്രധാനപ്പെട്ട ഫെയറുകളാണ്. ഒന്ന് USA നടക്കുന്ന ഫെയർ, പിന്നെ അതുപോലെ സ്പെയിൻ, അതുപോലെ ജർമ്മനി, ഹോങ്കോങ്. പക്ഷെ ഈ സ്പെയിനും ഹോങ്കോങ്ങും ജർമ്മനിയിലൊക്കെ പോകുന്നതും വീണ്ടും ചൈനക്കാരാണ്. അപ്പൊ അവർക്ക് ഇവിടുന്ന് എല്ലാ സാധനങ്ങളും എടുത്ത് വേറെ രാജ്യത്ത് പോയി എക്സിബിറ്റ് ചെയ്യുന്നത് പോലെ അതിലും വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് കാൻഡൻ ഫെയർ. ഏകദേശം 60,000-ഓളം ബൂത്തുകളുള്ള എക്സിബിറ്റേഴ്സ് ഉള്ള ഒരു പ്രോഗ്രാമാണ് കാൻഡൻ ഫെയർ. അപ്പൊ ഈ കാൻഡൻ ഫെയറിൽ വരുന്നത് കൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഏപ്രിലും അതുപോലെ ഒക്ടോബറിലും ചെയ്യുന്ന ഈ കാൻഡൻ ഫെയറിൽ എല്ലാ കമ്പനിയും അവരുടെ സ്ട്രെങ്ത് കാണിക്കുന്ന, അവരുടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന സമയം കൂടിയാണ്. അപ്പൊ അവിടെ വന്നിട്ട് നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ, അതായത് ഒരു സെക്ഷനിൽ അല്ലെങ്കിൽ ഒരു കാറ്റഗറിയിൽ തന്നെ നമ്പർ ഓഫ് വെൻഡേഴ്സ് ഉണ്ടാവും. ആ വെൻഡേഴ്സിനെ നമുക്ക് നേരിട്ട് കാണാനും പരിചയപ്പെടാനും അതിലൂടെ നമുക്ക് ഒരുപാട് പ്രോഡക്റ്റുകൾ കണ്ടെത്താൻ പറ്റും. ഇനി ഓപ്പർച്യൂണിറ്റി നോക്കി വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ കണ്ണ് തുറക്കുന്ന രീതിയിലുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസിനെ കണ്ടെത്താനും നമുക്ക് സാധിക്കും. ഇനി ആ പ്രോഡക്റ്റ് നമുക്ക് അവിടുന്ന് ടച്ച് ആൻഡ് ഫീൽ ചെയ്യാം, ആ പ്രോഡക്റ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളതും നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇതൊരു നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹ്യൂജ് വെന്യൂ ആണ്. ഇവിടെ ചിലപ്പോൾ നമ്മൾ കാലത്ത് മുതൽ വൈകുന്നേരം നടക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു 10-15 കിലോമീറ്റർ നടക്കും അതിൻ്റെ അകത്ത്. അത്രയും വലിയൊരു വെന്യൂ ആണ്. അപ്പൊ നമുക്ക് ഒരു മേജർ പോർഷൻ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിന് സഹായകരമായിട്ടുള്ള വലിയൊരു ഏരിയ തന്നെ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. അതിലൂടെ നമുക്ക് പല പ്രോഡക്റ്റുകളും പല ഓപ്പർച്യൂണിറ്റികളും അതുപോലെ പല ബിസിനസ് ഐഡിയകളും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഇത് കൂടാതെ ഇതിൽ വരുന്ന നമ്മളവിടെ പോയി കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് കണ്ട് എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ അവിടെ എക്സിബിറ്റ് ചെയ്യുന്ന ആൾക്കാർ എത്രമാത്രം ജെന്യൂൻ ആണ്, അല്ലെങ്കിൽ നമ്മളൊരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ സാമ്പിൾ കിട്ടിക്കഴിഞ്ഞാൽ ആ സാമ്പിളിന് അനുസരിച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റിനാണോ നമുക്ക് കിട്ടുന്നത്, ഇതൊന്നും നമുക്ക് അവിടുന്ന് നമുക്ക് കാണാൻ കഴിയില്ല, അല്ലെങ്കിൽ നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയില്ല. കാരണം ഒരു വെണ്ടറിനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഇൻഡസ്ട്രിയിൽ ചൈനയിൽ നിൽക്കുന്ന ഒരു കമ്പനിക്ക് അതിന് കൂടുതൽ സാധിക്കും. കാരണം ആ കമ്പനിയെ പറ്റിയിട്ട് ഫാക്ടറി ഓഡിറ്റും മറ്റു കാര്യങ്ങളും അതിൻ്റെ ഫിനാൻഷ്യൽ ഇൻസ്റ്റബിലിറ്റിയും മറ്റു ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ലോക്കലായിട്ടുള്ള ഒരു കമ്പനിക്ക് കഴിയും. ആ കമ്പനി അവരെ പറ്റി കൂടുതൽ പഠിക്കാനും അതുപോലെ ഒരു സാമ്പിൾ കണ്ടിട്ട് നമുക്കൊരു പ്രോഡക്റ്റിന് ഓർഡർ കൊടുക്കാനും, അല്ലെങ്കിൽ ഒരു ഓർഡർ കൊടുത്തിട്ട് നല്ല പ്രോഡക്റ്റ് കിട്ടി അതുകൊണ്ട് രണ്ടാമതും നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമതും കിട്ടുന്ന പ്രോഡക്റ്റ് നല്ലതാണെന്നോ പറയാനുള്ള ഒരു സാധ്യതയും പറയാൻ പറ്റില്ല. കാരണം ഇത് മാനുഫാക്ചറിങ് ആണ്. മാനുഫാക്ചർ ചെയ്യുമ്പോൾ അതിൽ റിജക്ഷൻ റേറ്റ് ഉണ്ടാവും, അതുപോലെ ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ടാവും, റിലയബിലിറ്റി ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന കാശിനുള്ള
കറക്റ്റ് സാധനം നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണമെന്നുണ്ടെങ്കിൽ ചൈനയിൽ അതിൻ്റെതായിട്ടുള്ള ഒരു ടീമോ അല്ലെങ്കിൽ ഒരു ഏജന്റോ അത്യാവശ്യമാണ്. എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള മാൻ പവർ ഉള്ള ഒരു ഏജന്റ് അല്ലെങ്കിൽ ഒരു കമ്പനി, IPTനെ പോലത്തെ ഒരു കമ്പനി വളരെ നിർബന്ധമാണ്. പക്ഷേ കാൻഡൻ ഫെയർ കൊണ്ടുള്ള ഏറ്റവും വലിയ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടച്ച് ആൻഡ് ഫീൽ, ഡയറക്റ്റ് നമുക്ക് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയൊരു അവൈഡിയാണ്. സോ ബേസിക്കലി പ്രോഡക്റ്റ് ഐഡന്റിഫിക്കേഷൻ ആണ് വൺ കീ നമുക്ക് ടേക്ക് അവേ എന്ന് പറയുന്നത്. അതായത് ഒരാൾക്കൊരു ബിസിനസ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ ആ മേഖലയിലുള്ള അപ്പോൾ ഇതിന്റെ ഒരു സെഗ്രിഗേഷൻ എങ്ങനെയാണ് വരുന്നത് കാൻഡൻ ഫയറിൽ? എനിക്ക് ഓരോ ഡൊമൈനിൽ ഡിപ്പെൻഡന്റ് ആണോ? എങ്ങനെയാണ് അതിന്റെ ഒരു സെഗ്രിഗേഷൻ വരുന്നത്? നമുക്ക് 3 ഫേസുകളായിട്ട് എങ്ങനെയാണ് അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ വരിക? ഇതിന്റെ phase 1, phase 2, phase 3 ആണ്. ഇതിൽ ഇലക്ട്രോണിക്സ് ഉണ്ട്, ഫർണിച്ചേഴ്സ് ഉണ്ട്, ടെക്സ്റ്റൈൽസ് ആൻഡ് മെഡിക്കൽസ് ഉണ്ട്. ഇങ്ങനെയാണ് 3 കാറ്റഗറിയിലായിട്ട്. ഇത് ചുരുക്കി പറയാണ്. ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് അവിടെ കാൻഡൻ ഫെയറിന്റെ വെബ്സൈറ്റിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. എല്ലാവർക്കും പോയി നോക്കാൻ പറ്റുന്നതാണ്. നമുക്കിവിടെ ലിമിറ്റഡ് സമയത്തുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി പറയുന്നതാണ്. അങ്ങനെ പല സെഗ്മെന്റ് ആയിട്ടാണ് നടക്കുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് നമുക്ക് ഒരു പ്രോഡക്റ്റിന് ആയിരക്കണക്കിന് ഓപ്ഷൻസ് നമുക്ക് കിട്ടുകയാണ്. അപ്പൊ നമുക്കത് കമ്പയർ ചെയ്യാനും പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ കിട്ടുന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. കാൻഡൻ ഫെയറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നേരത്തെ പറഞ്ഞ പോലെ മറ്റു രാജ്യത്ത് പോയി എക്സിബിറ്റ് ചെയ്യുന്ന ചൈനക്കാരാണ്. അപ്പോൾ അവിടെ ചൈനയിൽ തന്നെ നിൽക്കുന്ന ചൈനക്കാർക്ക് പെട്ടെന്ന് വരാനും അവിടെ പുതിയ ഒരു ന്യൂമറസ് അല്ലെങ്കിൽ ഒരുപാട് അൺലിമിറ്റഡ് പ്രോഡക്റ്റുകൾ കാണിക്കാനുള്ള ഒരു വേദിയൊക്കെ ഒരു മാറ്റമുണ്ട്. ഓക്കെ, ഇപ്പോ ഒരു ഓൺട്രപ്രണർ എന്നുള്ള നിലക്ക് കേരളത്തിൽ നിന്നോ GCC നിന്നോ ഒരാള് കാൻഡൻ ഫെയർ വിസിറ്റ് ചെയ്തിട്ട് അതിന്റെ ബേസിൽ ആൾക്കൊരു കൊമേഴ്സ് ഒരു ബിസിനസ് തുടങ്ങാനുള്ള സാധ്യതകൾ നമുക്ക് ഈ കാൻഡൻ ഫെയറിലൂടെ പോസിബിൾ ആണോ? അതിന്റെ എത്രത്തോളം? തീർച്ചയായിട്ടും. പുതിയ ചില ആൾക്കാർ കാൻഡൻ ഫെയർ കാണാൻ വേണ്ടി മാത്രം വരുന്നവരുണ്ട്. അതായത് ഡയറക്ഷൻ ഇല്ലാതെ അങ്ങനെ വന്നിട്ട് പല പ്രോഡക്റ്റുകളും ഡ്രോപ്പ് ഷിപ്പിംഗ് മേഖലകളിലേക്കും അല്ലാതെ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലൂടെ വിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയ പ്രോഡക്റ്റുകളൊക്കെ എടുത്തിട്ട് ബിസിനസ് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് ആൾക്കാരെ എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ അത് ഒരു ഡയറക്ഷനോട് കൂടി വന്ന ഏറ്റവും ബെസ്റ്റ്. കാരണം അവർക്ക് അത്രയും ഞാൻ പറഞ്ഞ പോലെ 60,000-ഓളം ബൂത്തുകളുണ്ട്. അപ്പോൾ ഒരു പ്രോഡക്റ്റിന്റെ നമ്പർ ഓഫ് ബൂത്ത് ഉണ്ടാവും. അപ്പൊ അതിൽ നമ്മൾ പോയി കൺഫ്യൂസ്ഡ് ആകാതിരിക്കാൻ നല്ലൊരു ഡയറക്ഷനായിട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ്. ഇനി ഡയറക്ഷൻ ഇല്ലാത്ത ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി നോക്കി വരുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഉഷാറായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് കാൻഡൻ ഫെയർ. ഓക്കെ, നമുക്ക് അതിലെന്തെങ്കിലും നമുക്കിപ്പോൾ പ്രൊഡക്റ്റ് റൈറ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ കറക്റ്റ് വെണ്ടർ ഐഡന്റിഫൈ ചെയ്യാനോ ഇപ്പോൾ നൗഷാദ് IPT സ്മാർട്ട് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്. അപ്പോൾ ആ ഒരു കമ്പനിക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കമ്പനിയുടെ റെലവൻസ് എന്താണ് ശരിക്ക് ചൈനയിൽ എന്ന് പറയുന്നത്? ഇപ്പൊ ഞാൻ കേട്ടിട്ടുള്ള എന്താ വെച്ചാൽ ഇപ്പൊ നമുക്കാണെന്നുണ്ടെങ്കിലും ഇൻ അവർ ഇമാജിനേഷൻ, അതായത് അവിടുന്ന് ഇങ്ങോട്ട് വരുന്നു, നമുക്ക് സാമ്പിൾ ചിലപ്പോൾ അയച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ആ പ്രൊഡക്റ്റ് തന്നെയാണോ നമുക്ക് വരുന്നത് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. അങ്ങനത്തെ കുറെ സിനാരിയോസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് നമുക്ക് ആ ഒരു ട്രസ്റ്റ് സൈഡ് എങ്ങനെയാണ് നമുക്കിതിൽ അഷ്വർ ചെയ്യാൻ പറ്റുക? അപ്പൊ നമ്മുടെ IPT എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്ലാറ്റ്ഫോം ഇത് ഒരു സിമ്പിൾ സോഴ്സിങ് പ്ലാറ്റ്ഫോം അല്ല. പ്രോഡക്റ്റ് സോഴ്സിങ് ഈസ് വെരി സിമ്പിൾ, ബട്ട് പ്രോഡക്റ്റ് ഡെവലപ്പിംഗ് ഈസ് ദ വെരി ഹാർഡസ്റ്റ് തിങ്. നമ്മളിപ്പോൾ ലോകത്തിലുള്ള പല പ്രമുഖ ബ്രാൻഡുകളും കമ്പനികളും പിന്നെ അതുപോലെ ചെറിയ കമ്പനികളായിട്ടും എല്ലാം കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. കൂടുതൽ US, യൂറോപ്പ്, GCC ഒക്കെ ബേസ്ഡ് ആണ്. ഇന്ത്യയിലും കുറച്ച് ക്ലയൻസ് ഉണ്ട്. അപ്പോൾ ഒരു പ്രോഡക്റ്റ് കണ്ടെത്തുക എന്നുള്ളത് മാത്രമല്ല, ആ കണ്ടെത്തിയതിന് ശേഷം അങ്ങോട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. കാരണം അതിൻ്റെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്, അതിൻ്റെ റിലയബിലിറ്റി സ്റ്റാൻഡേർഡ്സ്. ഈ റിലയബിലിറ്റി സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതാണ് ഇതിൻ്റെ ആയുസ് നിർണ്ണയിക്കുന്നതും ഇതിൻ്റെ ഡ്യൂറബിലിറ്റി ഒക്കെ നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഒരു പ്രോഡക്റ്റ് കണ്ടെത്തി സിമ്പിളായിട്ട് നമുക്ക് എടുത്തുകൊണ്ടാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ A to Z, അതായത് കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് പ്രകാരം ഒരു കസ്റ്റമറിൻ്റെ PO വാല്യൂ കുറച്ച് കൂടുതലാണെങ്കിൽ അദ്ദേഹം പറയാൻ നമുക്ക് ഇന്ന രീതിയിലുള്ള ഫാക്ടറിനായിട്ട് കോപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് ഇനി അതിൻ്റെ നോളജ് ഇല്ലെങ്കിൽ ആ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സും റിലയബിലിറ്റി സ്റ്റാൻഡേർഡ്സ് എല്ലാം IPT സ്മാർട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മളൊരു ഫാക്ടറിനെ ഐഡന്റിഫൈ ചെയ്ത് ആ ഫാക്ടറിനെ ഓഡിറ്റ് ചെയ്ത് ആ ഓഡിറ്റ് റിപ്പോർട്ട്, ഒരു 50ഓളം പേജുള്ള ഓഡിറ്റ് റിപ്പോർട്ട് നമ്മുടെ ക്ലയന്റിന് കൊടുത്ത് അദ്ദേഹം അത് മനസ്സിലാക്കി ഇനി അദ്ദേഹത്തിന് ഡൗട്ട്സ് ഉണ്ട് അത് ക്ലിയർ ചെയ്തെടുത്ത് പിന്നെ രണ്ടാമത്തെ സെക്ഷനിൽ നമ്മൾ അവരുടെ പ്രോഡക്റ്റ് ഫൈനലൈസ് ചെയ്ത് ആ പ്രോഡക്റ്റിന്റെ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറിനും വേണ്ട സപ്പോർട്ട് കൊടുത്ത് ആ പ്രോഡക്റ്റിന്റെ മോൾഡ് മുതൽ അതിന്റെ കമ്പോണൻസ് മുതൽ അതിന്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ റിലയബിലിറ്റി ടെസ്റ്റുകൾ ചെയ്ത്
അതിന് കംപ്ലയൻസ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റിന് വേണ്ട സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത് ആ പ്രോഡക്റ്റ് പിന്നെ നമ്മൾ ഒരു ഗോൾഡൻ സാമ്പിൾ ഉണ്ടാക്കി അതിന് ശേഷം ഇത് മാസ് പ്രൊഡക്ഷനിലേക്ക് പോകും. ഈ പറഞ്ഞ സംഭവം തന്നെ OEM പ്രൊജക്റ്റ് ആയിട്ടും ODM പ്രൊജക്റ്റ് ആയിട്ടും ചെയ്യാം. അതായത് ഫ്രം ദ സ്ക്രാച്ച് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ ചിലപ്പം 8-9 മാസമൊക്കെ എടുക്കും. അപ്പൊ ഈ പ്രൊജക്റ്റിനെ ഫോളോ ചെയ്യുക, ഇതിന്റെ എല്ലാ പ്രശ്നങ്ങളും തീർക്കുക എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമില്ല. ഒരു വിദേശത്തിരിക്കുന്ന ഒരു ലോങ് ടൈം ബിസിനസ് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വലിയൊരു ബ്രാൻഡിനും അത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ആൾക്കാർ അവിടെ ഡിപ്ലോയ് ചെയ്യേണ്ടി വരും. ആ ഡിപ്ലോയ് ചെയ്യുമ്പോൾ അവർക്ക് ലാംഗ്വേജ് ബാരിയർ ഉണ്ടാവും. അത് മാത്രമല്ല നിങ്ങൾ പറയുന്ന സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ ആൽഗോരിതം അല്ലെങ്കിൽ മറ്റ് സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് നിങ്ങൾ പറയുന്ന ലാംഗ്വേജ് അവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റണം. ആ മനസ്സിലാക്കിയ കാര്യങ്ങൾ അവർ ഇംപ്ലിമെന്റ് ചെയ്യണം. ഇതിൽ ഒരുപാട് കോംപ്ലക്സ് ഉണ്ട്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഏറ്റെടുത്തിട്ട് നമ്മൾ ചെയ്തു കൊടുക്കണം. അപ്പോൾ പ്രോഡക്റ്റ് പിന്നെ മാനുഫാക്ചറിലേക്ക് വന്ന് അവിടുത്തെ SOP സെറ്റ് ചെയ്യുമ്പോൾ SOPനെ നമ്മൾ വാലിഡേറ്റ് ചെയ്ത്, അതുപോലെ ഇന്ത്യയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ SKD അല്ലെങ്കിൽ CKD മേക്ക് ഇൻ ഇന്ത്യൻ്റെ ഭാഗമായിട്ട് അവിടെ കൊണ്ടു ചെന്നിട്ട് അവിടെ വെച്ച് അസംബിൾ ചെയ്യുക, അവിടെ വെച്ച് മാനുഫാക്ചർ ചെയ്യുമ്പോൾ അതിന് വേണ്ട കമ്പോണൻസ് ഇവിടുന്ന് കൊണ്ടുവരുന്നത് ഇറ്റ്സ് എ ബിഗ് കോംപ്ലക്സ് പിന്നെ പ്രൊസീജിയറാണ്. അതിൻ്റെ SOP സെറ്റ് ചെയ്യണം, അതിൻ്റെ SOP ക്ലിയർ ആയിരിക്കണം, ഇവിടുത്തെ മാനുഫാക്ചറിങ് നോളജ് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇതെല്ലാം അതിൽ എവിടെയെങ്കിലും ഒരു പിഴ വന്നു കഴിഞ്ഞാൽ തന്നെ ആ എൻ്റയർ മാനുഫാക്ചറിങ് മൊത്തം ഇതായി പോകും, എന്താ പറയുക, മോശമായി പോകും. പിന്നെ ആ അത്രയും പ്രോഡക്റ്റുകളെല്ലാം അവർക്ക് നഷ്ടമാവും. അപ്പോൾ അത്രയും വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊജക്റ്റ് പോലും നമുക്ക് ഹാൻഡിൽ ചെയ്തിട്ട് മാനുഫാക്ചറിങ് സമയത്ത് നമ്മുടെ SOP വാലിഡേഷൻ കഴിഞ്ഞ ശേഷം IPQC, IQC, OQC അങ്ങനെയുള്ള എല്ലാ ക്വാളിറ്റി മെത്തേഡുകളും കഴിഞ്ഞ് പ്രോഡക്റ്റ് FOB ഹോങ്കോങ്ങോ ഷെൻജനിലോ നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ഒരു കമ്പനിക്ക് ഇവിടെ ഒരു 40 ആൾക്കാർ ഇരുന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് അവരെ സ്വന്തം എംപ്ലോയീസ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അതിൻ്റെ മേലേക്ക് നമ്മൾ ചെയ്യും. അതുപോലെ കമ്പനികളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, സപ്ലൈ ചെയിൻ ഇഷ്യൂസ്, സപ്ലൈ ചെയിനിൽ വരുന്ന പിന്നെ എന്താ പറയുക ലാക്ക് ഓഫ് മെറ്റീരിയൽസിൻ്റെ ഇഷ്യൂസ്, ഇതിനൊക്കെ പ്രോംപ്റ്റ് ആയിട്ട് നമ്മൾ ഇടപെട്ട് നമ്മൾ അത് മുന്നോട്ട് തീർത്ത് പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ മാനുഫാക്ചറോട് മാത്രമല്ല മാനുഫാക്ചറിന്റെ ബാക്ക് എൻഡിലുള്ള സപ്ലൈ ചെയിനിൽ നമ്മൾ കണക്റ്റഡ് ആണ്. അപ്പോൾ ഇതൊരു വെൽ കണക്റ്റഡ് ആയിട്ട് ലൂപ്പ്. ഈ ലൂപ്പിനെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ചൈനയിൽ വന്നൊരു പ്രോഡക്റ്റ് സിമ്പിളായിട്ട് വാങ്ങിച്ചു കൊണ്ടുപോയി കഴിയുക, അല്ലെങ്കിൽ കൊണ്ടുപോകാം, അല്ലെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് വലിയ രീതിയിൽ മാർക്കറ്റ് ചെയ്യാം. ചില ഭാഗ്യവശാൽ ചിലപ്പോൾ നല്ല പ്രോഡക്റ്റ് കിട്ടും. ചിലപ്പോൾ നല്ല പ്രോഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രാവശ്യം ചിലപ്പോൾ ആ പ്രോഡക്റ്റിന് റീ ഓർഡർ കൊടുക്കുമ്പോൾ പോലും ചിലപ്പോൾ 2ാം പ്രാവശ്യം പ്രോഡക്റ്റ് കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മളായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്ന വേൾഡ് വൈഡ് ആയിട്ടുള്ള പല ബ്രാൻഡുകളും അല്ലെങ്കിൽ കമ്പനികളും ഒരു പ്രാവശ്യമെങ്കിലും ചൈനയിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുള്ള അവരുടെ മാനുഫാക്ചറിങ്ങിലോ അവരുടെ കോർപ്പറേഷനിലോ ഒക്കെ ആയിട്ട്. ഇതാണ് ഒരു കാര്യം. രണ്ടാമത്തത്, നമ്മുടെ കമ്പനി ചൈനയിലുള്ള കമ്പനിയാണ്. അപ്പോൾ ചൈനീസ് നിയമത്തിന്റെ അണ്ടറിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പം നമ്മുടെ ഇന്ത്യയിൽ നിന്നോ GCC എന്നോ മറ്റു രാജ്യത്തു നിന്നോ ഒരു കമ്പനി ഇവിടെയുള്ള ചൈനീസ് കമ്പനിയായിട്ട് കോപ്പറേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് മാനുഫാക്ചറിങ് എഗ്രിമെന്റ് ഉണ്ടാവാം, കോപ്പറേഷൻ എഗ്രിമെന്റ് ഉണ്ടാവാം, ക്വാളിറ്റി എഗ്രിമെന്റ് ഉണ്ടാവും. പക്ഷെ ഇതിൽ എവിടെയെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാൽ 2 ഡിഫറെന്റ് രാജ്യത്തിരിക്കുന്ന 2 ആൾക്കാർക്ക് കാര്യങ്ങൾ നിയമപരമായി കൊണ്ടുപോകുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ദുബായിലിരിക്കുന്ന ഒരു കമ്പനിയുടെ അടുത്ത് ചൈനയിലുള്ള അവർ പറയാണ് ഞങ്ങൾ സ്യൂ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ദുബായ്ക്കാരൻ പറയാണ്. അപ്പോൾ ചൈനക്കാരൻ ഓക്കെ നോ പ്രോബ്ലം യു സ്യൂ, ഞാൻ നിങ്ങളുടെ അങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നം തീർന്നു. അത് പ്രശ്നം മീൻസ് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ നമ്മളെ പോലത്തെ കമ്പനിയും വഴി ഇത് പോകുമ്പോൾ എന്തുകൊണ്ട് വലിയ വലിയ കമ്പനികൾ നമ്മളായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നു? കാരണം നമ്മുടെ വഴി ഇത് പോകുമ്പോൾ ഈ എൻ്റയർ പ്രൊജക്റ്റ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് അത് സിമ്പിൾ ആവട്ടെ, എത്ര അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആവട്ടെ. അതുകൂടാതെ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ്, ഡിസ്പ്യൂട്ട് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ 2 കമ്പനി, നമ്മുടെ കമ്പനി ചൈനീസ് കമ്പനി വെണ്ടറും ഒരു നിയമത്തിന് താഴെ ആയതുകൊണ്ട്, അണ്ടറിലായതുകൊണ്ട് നമുക്ക് അവരെ നിയമപരമായിട്ട് അവരെ നേരിടാനും അല്ലെങ്കിൽ അവർക്ക് കസ്റ്റമർ ലോസ് വരാത്ത രീതിയിൽ നമുക്ക് വേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാക്കി നമുക്ക് അവരുടെ ആ കാഷ് അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് നമുക്ക് തിരിച്ചു പിടിക്കാനുള്ള സാധ്യതകൾ വളരെ ഏറെ വലുതാണ്. മറ്റ് ഒരു ഇന്റർനാഷണൽ കമ്പനി മറ്റു രാജ്യത്ത് നിന്നും ഓപ്പറേറ്റ് ചെയ്യുന്നതിനെക്കാട്ടും ഒരുപാട് കൂടുതൽ സാധ്യതകൾ നമ്മളെ പോലത്തെ പ്ലാറ്റ്ഫോമിലുണ്ട്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കീ പോയിന്റ്. മനസ്സിലായി. അപ്പൊ വൺസ് ഇപ്പോൾ നമ്മൾ IPT നെറ്റ് കമ്മിറ്റ് ചെയ്താൽ അതിന്റെ എൻഡ് ടു എൻഡ് റിസ്ക് ടേക്കിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് ആ കമ്പനി ആയിരിക്കും അല്ലെ? അതെ, നമ്മളായിട്ട് കോഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളാണ് അവരുടെ സപ്ലയർ ആയി മാറുന്നത്. ഓക്കെ, നമ്മളാണ് അവരുടെ. അപ്പൊ അവർ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ, അവര് പറയുന്ന നമ്മൾ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ക്വാളിറ്റി അഗ്രിമെന്റ് അവരുമായി ചെയ്തിട്ടുള്ള അതേ
ഫ്രെയിം വർക്കിൽ നിന്നുകൊണ്ട് ആ പ്രോഡക്റ്റ് നമ്മൾ ചെയ്തു കൊടുക്കും. ഈ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടല്ലോ, അപ്പോൾ ഓരോ കൺട്രിയിൽ ഓരോ പോലെ ആയിരിക്കും. ഇപ്പോൾ ഈവൻ ഇപ്പോൾ യൂസ് കേസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും ക്ലൈമറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ ഇപ്പോൾ കുവൈത്തിൽ എക്സ്ട്രീം ക്ലൈമറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നേരെ മറിച്ച് US യൂറോപ്പിൽ മീൻസ് ഓരോ യൂസ് കേസിലും നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ അതിൻ്റെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡേർഡ്സ് എങ്ങനെയാണ് നമ്മളത്, അതിനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ അതിനുള്ള ഒരു ഫ്രെയിം വർക്ക് ഇൻ പ്ലേസ് ഉണ്ടോ മാനുഫാക്ചർ ആയിട്ട് ഇപ്പോൾ സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. ഇൻ കേസ് ഇപ്പോൾ ഇലക്ട്രോണിക്സ് ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അതിൽ പെർട്ടിക്കുലർ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് സർട്ടിഫിക്കേഷൻസ് അലോ ചെയ്യുന്ന സാധനങ്ങളാണ് ഈ കൺട്രിയിലോട്ട് എക്സ്പോർട്ട് ചെയ്യാനോ ഇമ്പോർട്ട് ചെയ്യാനോ ഉള്ള പോസിബിലിറ്റി ഉള്ളൂ. അപ്പൊ അതെങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്? ഇപ്പോൾ പല രാജ്യത്തേക്കും പല രണ്ട് ഘടകങ്ങളാണ്. ഒന്ന് നമ്മുടെ സർട്ടിഫിക്കേഷൻസ്, മറ്റേത് ഇതിന്റെ കംപ്ലയൻസും അല്ലെങ്കിൽ നേരത്തെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങളും. അതിൽ ഒന്നാമത്തത് പല രാജ്യത്തേക്കും പല സർട്ടിഫിക്കേഷൻസ് ആണ്. ഇപ്പോൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ BIR സർട്ടിഫിക്കറ്റ് ആണ്, അതുപോലെ സൗദിയിലാണെങ്കിൽ സൈബർ സർട്ടിഫിക്കറ്റ് വേണം, CE സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ യൂറോപ്യൻ സ്റ്റാൻഡേർഡിന്റെ CE സർട്ടിഫിക്കറ്റ് ആണ്, റോസ്, FCC, US-ലാണെങ്കിൽ FDA, അങ്ങനെ ഒരുപാട് സർട്ടിഫിക്കേഷൻസ്. ഈ സർട്ടിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് വെൽ നോൺ ആണ്. അപ്പം നമ്മൾ അത് ഏത് രാജ്യത്തേക്കാണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. രണ്ടാമത്തത് നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഈ പ്രോഡക്റ്റിന്റെ റിലയബിലിറ്റിയാണ്. റിലയബിലിറ്റിയുമായി ബന്ധപ്പെട്ട, അതായത് പല രാജ്യത്തും പല വെതർ ആയിരിക്കാം, പല സിറ്റുവേഷൻസ്. ചില സ്ഥലങ്ങളിൽ വളരെ തണുപ്പായിരിക്കാം, ചില സ്ഥലങ്ങളിൽ ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ ഓരോ പ്രോഡക്റ്റിനും ആ പ്രോഡക്റ്റിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. രണ്ട് ഘടകം ഉണ്ടോ, ഒന്ന് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, രണ്ടാമത്തെ റിലയബിലിറ്റി സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. റിലയബിലിറ്റി ഈസ് ദ വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ഈ റിലയബിലിറ്റിക്ക് വളരെ, നമ്മളൊരു പ്രോഡക്റ്റിന് ക്വാളിറ്റി ഉണ്ട് എന്ന് പറയുന്നത് വെർബലി പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി ആവില്ല. ഇറ്റ്സ് കംപ്ലീറ്റ്ലി റിലേറ്റഡ് ടു ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ആണ്. അതായത് ഫിസിക്സും കെമിസ്ട്രിയും അപ്ലൈ ചെയ്യുന്ന കുറേ ഭാഗങ്ങളുണ്ട് ഒരു പ്രോഡക്റ്റ് ഡെവലപ്മെന്റിൽ. ഒരു സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഇപ്പോൾ GCC-യിലൊക്കെ കൊടുക്കുന്ന പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, വലിയ ബ്രാൻഡുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ടെമ്പറേച്ചർ റിക്വയർമെന്റ് ഉണ്ടാവും. അപ്പോൾ -30-ലും അതുപോലെ +70-ലും നമ്മളത് ആ പ്രോഡക്റ്റിന്റെ റിലയബിലിറ്റി, അതായത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ചെയ്യുമ്പോഴാണ് ഈ റിലയബിലിറ്റി നമ്മൾ അപ്ലൈ ചെയ്യുന്നതും. അതിൻ്റെ ഒരു ജീനാണ് റിലയബിലിറ്റി. ഈ റിലയബിലിറ്റി നമ്മൾ ചെയ്ത് കൊണ്ടുവന്ന പ്രോഡക്റ്റിനെ പിന്നെ നമ്മൾ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഉപയോഗിച്ച് മോഡിഫിക്കേഷൻ നടത്തുക എന്നല്ല, അതിന്റെ ജീൻ മാറ്റാൻ കഴിയില്ല. അതായത് -30 അല്ലെങ്കിൽ +70 അല്ലെങ്കിൽ -20 +70 ഒരു പ്രോഡക്റ്റിന് റിലയബിലിറ്റി അല്ലെങ്കിൽ റിലയബിലിറ്റി സെറ്റ് ചെയ്തിട്ടുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റിനെ ഒരു കസ്റ്റമർ വന്നിട്ട് പറയും നമുക്കതിനെ മോഡിഫൈ ചെയ്തിട്ട് -30-ലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നടക്കുന്ന കാര്യത്തിൽ അതിന് ഒരുപാട് മാറ്റങ്ങൾ വരുന്നത്. കൂടാതെ ചിലപ്പോൾ അതിന്റെ മോൾഡ്, മറ്റു കാര്യങ്ങൾ, കമ്പോണൻസിനൊക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ചില ആൾക്കാരൊക്കെ നമ്മുടെ അടുത്ത് സംസാരിക്കാറുണ്ട്, എനിക്ക് ബാക്കിൽ ഒരു ലോഗോ വേണം, പിന്നെ ഫ്രണ്ടിൽ ഒരു ലോഗോ വേണം, പിന്നെ ഉള്ളിൽ അത് ഓണാക്കുന്ന സമയത്ത് ഒരു ലോഗോ വേണം എന്നൊക്കെ. അപ്പൊ അവരെ വിചാരം സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ വരുന്ന സംഭവമാണ്. പക്ഷെ അങ്ങനെയല്ല. ഒരു വാച്ചിന്റെ സ്ട്രാപ്പിൽ പോലും നമ്മൾ ഒരു ലോഗോ ചെയ്യുമ്പോൾ അത് നമ്മൾ ഫൈനലൈസ് ചെയ്യണം, അതിന്റെ കളർ പാറ്റേൺ മനസ്സിലാക്കണം, എന്നിട്ട് അതിനെ സാമ്പിൾ ഉണ്ടാക്കണം, എന്നിട്ട് ആ സാമ്പിൾ പല പ്രാവശ്യം സാമ്പിൾ ഉണ്ടാക്കണം, എന്നിട്ട് ആ സാമ്പിൾ നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ഒരു ലോഗോയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സിമ്പിൾ ആയിട്ട്. അല്ലെങ്കിൽ ഒരു ബാക്കിൽ ഒരു ലോഗോ അല്ലെങ്കിൽ കമ്പനിയുടെ ഇൻഫർമേഷൻസ് കൊടുക്കുമ്പോൾ എല്ലാ മെറ്റീരിയൽസിനും എല്ലാ വർക്ക്മാൻഷിപ്പും ചിലപ്പോൾ മാച്ച് ആവില്ല. അപ്പോൾ അത് നമ്മൾ നോക്കി മനസ്സിലാക്കി അതിനെ ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ വേണം കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിന് വ്യക്തമായിട്ടുള്ള ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്, റിലയബിലിറ്റി സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മളടുത്ത് അപ്രോച്ച് ചെയ്യുന്ന ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ബ്രാൻഡ്, അവർ എത്ര കോംപ്ലിക്കേറ്റഡ് പ്രോഡക്റ്റ് ആണെങ്കിൽ പോലും അവർക്ക് ആ പ്രോഡക്റ്റ് നോളജ് ഇല്ലെങ്കിലും അവർ ഒരു ബ്രാൻഡ് പൊസിഷനിങ്, ഒരു ബ്രാൻഡ് ഇമേജ് നമ്മളടുത്ത് കൺവേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയും. ഈ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ഇങ്ങനെ ചെയ്യാം, ഈ റിലയബിലിറ്റിയിൽ നമുക്ക് പ്രോഡക്റ്റ് കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ അതിന്റെ AQL മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് എ ബിഗ് പ്രോസസ് ആണ്. ബിഗ് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ലെങ്തി വർക്കാണ്. ഒരു 100 പേജുള്ള സ്റ്റാൻഡേർഡ്സ് തന്നെ ഉണ്ട് അതിന്. അതെല്ലാം നമ്മൾ ആപ്ലിക്കബിൾ ആക്കണം. ആപ്ലിക്കബിൾ ആക്കി പിന്നെ വെണ്ടർ ഉണ്ടാക്കിയ പ്രോഡക്റ്റ് നമ്മൾ പിന്നെ വീണ്ടും ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്ത് ഉറപ്പ് വരുത്തണം. ഇപ്പോൾ ഒരു ഫോണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ബട്ടൺസ്, അത് ചിലപ്പോൾ നമ്മൾ നല്ല ഫോണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1,00,000 പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോലും കേടുവരാത്ത രീതിയിലുള്ള നമ്മൾ ടെസ്റ്റ് ചെയ്യണം. അതുപോലെ സ്ക്രീൻ ആണെങ്കിൽ ചിലപ്പോൾ 1,00,000 അല്ലെങ്കിൽ 2,00,000 പ്രാവശ്യം നമ്മൾ ഡോട്ട് ടച്ചിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളത് കേട് വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം. അതാണ് റിലയബിലിറ്റി. അപ്പോൾ ഇത്
ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമല്ല അതിന് ടെസ്റ്റ് ചെയ്ത് ഉറപ്പും കൂടി എടുത്തണം. അപ്പൊ ഇറ്റ്സ് മനസ്സിലായി. സോഴ്സിങ് എ പ്രോഡക്റ്റ് ഈസ് വെരി സിമ്പിൾ, ബട്ട് ഡെവലപ്പിംഗ് എ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിനെ നമുക്ക് പറ്റിയ രീതിയിലേക്ക് മാറ്റുക എന്നുള്ളത് ഇറ്റ്സ് വെരി വെരി ടഫ് തിങ്. ഫോർ ലോങ് ടൈം ബിസിനസ് ഇറ്റ് ഹാസ് ടു ബി ഇൻ ദാറ്റ് മാനർ, അല്ലെങ്കിൽ നമ്മൾക്ക് ലോങ് ടൈം ബിസിനസ് ചെയ്യാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെതായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. കറക്റ്റ് ആയിട്ട് മനസ്സിലായി. എനിക്കിപ്പോ ഞാനൊരു പ്രോഡക്റ്റ് ഐഡന്റിഫൈ ചെയ്തു. ഇപ്പൊ നമ്മള് ചൈനയിലുള്ള പാലിബാബ അതുപോലെയുള്ള വെബ്സൈറ്റിൽ ഞാൻ ഐഡന്റിഫൈ ചെയ്താൽ എനിക്ക് അതിന്റെ സാമ്പിൾസ് നാട്ടിലോട്ട് എത്തിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഇഷ്ടംപോലെ ലോജിസ്റ്റിക്സ് ഉണ്ട്. നമ്മൾക്ക് അതിന്റെ ഇൻവോയ്സ് വാല്യൂ മറ്റ് അതിന് റിലവൻ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാട്ടിലോട്ട് ഇപ്പോൾ BS ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് സാമ്പിൾ കൊണ്ടേ പറ്റും. ആ സാമ്പിൾ അങ്ങനെ നമുക്ക് നാട്ടിൽ കൊണ്ടുപോകാം. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ടെസ്റ്റുകൾ ചെയ്യാം, അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻസ് അതോറിറ്റിക്ക് കൊടുക്കാം. അതൊക്കെ പറ്റും. പക്ഷേ സോഷ്യൽ മീഡിയകളിലൊക്കെ കാണുന്ന പലതരം പബ്ലിക് ആയിട്ട് കിട്ടുന്ന കുറെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട്. അപ്പൊ അതിന് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടിയതും അതുപോലെ നമ്മൾ മാസ് പ്രൊഡക്ഷനിൽ വരുന്ന സാധനമൊന്നും സെയിം ആണെന്നൊന്നും അല്ലെങ്കിൽ ക്വാളിറ്റി ഒന്നും നമുക്ക് നിർണ്ണയിക്കാനുള്ള ഒരു വഴിയും ഇല്ല. അപ്പൊ എപ്പോഴും ഫാക്ടറിനായിട്ട് ഡയറക്റ്റ് കോഓപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, എന്താണ് ഈ MOQ? ഇപ്പൊ നമ്മളൊരു പ്രോഡക്റ്റ് ഐഡന്റിഫൈ ചെയ്താൽ പിന്നെ ആസ് ആൻ ഓണ്ടർപ്രണർ ഫേസ് ചെയ്യുന്ന ഒരു കൺസ്ട്രെയിൻ ആണ് MOQ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആക്ച്വലി MOQ? അത് എങ്ങനെയാണ് അത് ടാക്കിൾ ചെയ്യേണ്ടത് എന്നുള്ളതൊന്ന് പറഞ്ഞുതരും. മിനിമം ഓർഡർ ക്വാണ്ടിറ്റി, അതാണ് MOQ. അപ്പൊ നമുക്കത് ഫാക്ടറിനായിട്ട് കോഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു MOQ ഉണ്ടാവും. കാരണം MOQ വരാനുള്ള ഒരു സിനാറിയോ ഞാൻ പറയാം. നമുക്ക് ഒരുപാട് പ്രൊഡക്ഷൻ ലൈൻസ് ഉണ്ടാവും. ഒരു ലൈനിൽ നമുക്ക് ഒരു ദിവസം ചിലപ്പോൾ 2800 അല്ലെങ്കിൽ 3000 3500 അതിന്റെ പ്രോഡക്റ്റ് ടു പ്രോഡക്റ്റ് മാറും. അതായിരിക്കും അവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി. അപ്പോൾ ഒരു ലൈനിലേക്ക് വേണ്ടത് നമുക്ക് ഇന്ന് 30 ആൾക്കാരാണ് ഒരു ലൈനിലേക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 500 പീസ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് 15 ആൾക്കാർ മതി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഓരോരുത്തർക്കും ഓരോ SOP ഉണ്ട്. ആ ജോബ് അവർ ചെയ്തേ പറ്റും. അപ്പൊ ഈ ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ദിവസത്തെ വേതനം അല്ലെങ്കിൽ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഫാക്ടറിന്റെ ഒരു ദിവസത്തെ സപ്ലൈ ചെയിൻ അല്ലെങ്കിൽ പിന്നെ പ്രൊഡക്ഷൻ ലൈന് വർക്ക് ചെയ്യണം. ആ വർക്ക് ചെയ്യുമ്പോൾ കുറഞ്ഞ പ്രോഡക്റ്റ് ആകുമ്പോൾ അവർക്കത് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട്, കോസ്റ്റ് ഇൻക്രീസ് ആവും. അതുപോലെ അവരുടെ ബാക്ക് എൻഡിലുള്ള സപ്ലൈ ചെയിനിന് ബുദ്ധിമുട്ടാവും. അതുപോലെ ഗിഫ്റ്റ് ബോക്സ് പോലുള്ള കാര്യങ്ങൾ എല്ലാം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ബാക്കിയുള്ള സപ്ലൈ ചെയിൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഫാക്ടറിയിൽ നിന്ന് രണ്ട് രീതിയിൽ കിട്ടും. ചില സമയത്ത് MOQ അവർക്ക് ഫിക്സ്ഡ് ആയിട്ട് MOQ ഉണ്ടാവും, മിനിമം MOQ ഉണ്ടായിരിക്കും. അതായത് ചിലപ്പം നമ്മുടെ 3000 പീസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. ഇനി അതല്ലാത്ത സാഹചര്യങ്ങളുണ്ടാവും, അത് ഓൾറെഡി അവർ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കുറേ പ്രോഡക്റ്റ്. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ചിലപ്പോൾ നമുക്ക് 500 പീസും 100 പീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇതൊരു സിനാറിയോ ഫാക്ടറിയായിട്ട് കോഓപ്പറേറ്റ് ചെയ്യുമ്പോൾ. ഇതല്ലാത്ത ഓപ്പൺ മാർക്കറ്റുകളുണ്ട്, EU അല്ലെങ്കിൽ ഷെൻജനിലുള്ള ഹോച്ചാനോടത്ത് ഇതുപോലെ ഇലക്ട്രോണിക്സ് മാർക്കറ്റിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഫാക്ടറിയായിട്ട് കോഓപ്പറേറ്റ് ചെയ്യുന്ന ട്രേഡേഴ്സ് ആയിരിക്കും. അവർ ബൾക്കായിട്ട് എടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് അവർക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള 100 പീസോ 500 പീസോ അല്ലെങ്കിൽ 50 പീസൊക്കെ തരാൻ കഴിയും. പക്ഷെ അതിലുള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതൊരു ഓപ്പൺ മാർക്കറ്റാണ്. അതിൽ ആ പ്രോഡക്റ്റിൽ വലിയ മാറ്റങ്ങളും നമുക്ക് വരുത്താൻ കഴിയില്ല. അവിടെ ഉള്ളത് എന്താണോ അതെടുത്ത് കൊണ്ടുപോകാനേ കഴിയും. നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് നമ്മളിപ്പോൾ മാർക്കറ്റിൽ പോയാലും ചൈനയിൽ ഇപ്പോൾ പോയ സമയത്തൊക്കെ വുമൺ വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് നല്ലൊരു ഇമ്പോർട്ടൻ്റ്, അതായത് കൂടുതലായിട്ട് വുമൺ ആണ് നമുക്ക് മീൻസ് വിസിബിൾ ആവുന്നത്. അപ്പോൾ എത്രത്തോളം ചൈനക്ക് വുമൺ വർക്ക് ഫോഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്? ഇവിടെ ആണുങ്ങളെന്നോ പെണ്ണുങ്ങളെന്നോ അല്ലെങ്കിൽ ആണുങ്ങൾക്ക് ഒരു പ്രത്യേക നിയമം പെണ്ണുങ്ങൾക്ക് ഒരു പ്രത്യേക നിയമം അങ്ങനെയൊന്നും ഇല്ല. എല്ലാവർക്കും സെയിം ആണ് നിയമങ്ങൾ. അപ്പോൾ ജോലിക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിലും ആണുങ്ങളും ഉണ്ടാവും പെണ്ണുങ്ങളും ഉണ്ടാവും. എല്ലാവരും ഒരു ഈക്വൽ രീതിയിൽ പോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് വുമൺ വർക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് പോലും പ്രൊമോട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഗർഭിണിയായിട്ടുള്ളൊരു സ്ത്രീയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ഓഫ് ഡേയ്സും മറ്റു കാര്യങ്ങളും ആനുകൂല്യങ്ങളൊക്കെ കുറച്ച് കൂടുതലാണ്, മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോഴും കൂടുതലാണ്. അപ്പോൾ വുമൺ വർക്ക് ഫോഴ്സിനെ ഗവൺമെന്റിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എല്ലാ മേഖലകളിലും. അത് CEO മേഖലകളാവട്ടെ, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ മേഖലകളിലാവട്ടെ, അല്ലെങ്കിൽ ഫാക്ടറി രീതിയിലാവട്ടെ, എല്ലാ മേഖലകളിലും നമുക്ക് ആണുങ്ങളെ കാണുന്ന പോലെ മെയിൽ പിന്നെ ആൾക്കാരെ കാണുന്നത് പോലെ തന്നെ അതേ ഒരു ഈക്വലി നമുക്ക് സ്ത്രീകളെ കാണാൻ കഴിയും. കാരണം വളരെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ വളരെ പ്രൊട്ടക്റ്റീവ് ആയിട്ടൊരു എൻവയോൺമെന്റ് ആണ് അത്. വർക്ക് സ്പേസ് ആവട്ടെ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മേഖലകളാവട്ടെ എല്ലായിടത്തും. അതുകൊണ്ട് ഒരു ഡിഫറൻസ് ഇല്ലാതെ എല്ലാവർക്കും വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ
എല്ലാവരും വർക്ക് ചെയ്യും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെയുള്ള വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ബിസിനസ് ഓണർ, അവിടെ മക്കൾ പോലും ചിലപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് അവർ പാർട്ട് ടൈം ജോലിക്ക് പോകും. ആ പാർട്ട് ടൈം ജോലിക്ക് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ പിന്നെ പൈസ ഉണ്ടാക്കാൻ മാത്രമല്ല, പോക്കറ്റ് മണി ഉണ്ടാക്കാനും പ്ലസ് അതുകൂടാതെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വലിയ പ്രധാനമാണ്. കാരണം ചില രണ്ട് തരം കാറ്റഗറി ജനറേഷൻസ് ഉണ്ട്. ഒന്ന് വളരെ പിന്നെ റിച്ച് ആയിട്ട് വളർന്ന് കൂടുതൽ പ്രശ്നങ്ങളിലൊന്നും സ്വയം ഫേസ് ചെയ്യാതെ സോൾവ് ചെയ്യാതെ ഇല്ലാത്ത പിള്ളേർ. അങ്ങനത്തെ പിള്ളേർക്ക് പെട്ടെന്ന് അവരുടെ മുന്നിലുള്ള ജനറേഷന്റെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങൾ അവരെടുത്ത് പെട്ടെന്ന് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നത്തെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്ന് അവർക്കറിയില്ല. ചിലപ്പോൾ അവരവിടെ തളർന്നു പോകും. അതേ സ്ഥാനത്ത് എത്ര റിച്ച് ആണെന്നുണ്ടെങ്കിലും എല്ലാ മേഖലകളിലും കൈവച്ച് സ്വയം പിന്നെ എക്സ്പീരിയൻസ് നേടിയെടുത്ത് പിന്നെ പാർട്ട് ടൈമിലോ അല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെ ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്ത് സ്വന്തം ഡിസിഷൻ മേക്കിംഗ് പവർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. അവർക്ക് ഇനി ആരില്ലെങ്കിലും ഒറ്റക്കാലിൽ നിന്നിട്ട് എല്ലാ കാര്യവും അവർക്ക് ചെയ്യാൻ കഴിയും. അങ്ങനത്തെ ഒരു കൾച്ചറും കൂടി ഇവിടെ ചൈനയിലുണ്ട്. മനസ്സിലായി. നമ്മൾ ട്രേഡ് ഫെയറിനെ കുറിച്ച് സംസാരിച്ചു. ചൈനയില് കാൻഡൻ ഫെയർ അല്ലാതെ വേറെ ട്രേഡ് ഫെയറുകൾ ഏതൊക്കെയാണുള്ളത്? വേറെ ഒരുപാടുണ്ട്. ഇപ്പൊ ഷാങ്ഹായിൽ ഉണ്ട്, പിന്നെ ട്രേഡ് ഫെയറുകൾ ഉണ്ട്. ഷെൻജനിൽ തന്നെ പോവാൻ എക്സിബിഷൻ സെന്റർ ഉണ്ട്. അതുപോലെ ഷെൻജനിൽ വേറെ ഒരു എക്സിബിഷൻ സെന്ററുകളുണ്ട്. ഹോങ്കോങ്ങിലുണ്ട്. ഹോങ്കോങ് ചൈനയുടെ ഭാഗമാണല്ലോ, അപ്പോൾ ഹോങ്കോങ്ങിലുണ്ട്. അങ്ങനെ ഒരുപാട് എക്സിബിഷൻസ് ഉണ്ട്. പക്ഷെ ഇതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഏറ്റവും വലിയ ഒരു കാൻഡൻ ഒരു ഫെയർ ആണ് കാൻഡൻ ഫെയർ. അതിനെ കടത്തി വെട്ടുന്ന രീതിയിലുള്ള ഒരു ഫെയർ ഇവിടെ നിലവിൽ ചൈനയിൽ വേറൊരു ഫെയർ ഇല്ല. പക്ഷെ ഒരുപാട് ചെറിയ ചെറിയ ഫെയറുകളൊക്കെ ഇഷ്ടംപോലെ. സോ ഇത്തവണ നമ്മൾ സ്കെയിലപ്പ് വില്ലേജിനായിട്ട് സ്കെയിലപ്പ് വില്ലേജും IPT സ്മാർട്ടുമായിട്ടും അസോസിയേറ്റ് ചെയ്തിട്ട് ചൈനയിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ നൗഷാദ്ക്കാണ് നമുക്ക് അവിടെ ഫെസിലിറ്റേറ്റ് ചെയ്ത് തരുന്നത്. വാട്ട് ക്യാൻ വി എക്സ്പെക്ട് നൗഷാദ്? അതായത് നമ്മൾ അവിടെ നമ്മളൊരു കോൺഫറൻസ് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് അറിഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് ഒരു നോർമൽ കാൻഡൻ ഫെയർ കണ്ടുവരുന്നതും അതുപോലെ നമ്മൾ IPT ആയിട്ട് ചേർന്ന് പോകുന്നതിലും കീ ഡിസ്റ്റിങ്വിഷസ് എന്തൊക്കെയാവും നമ്മൾ അവിടെ ഒരുക്കിയിട്ടുള്ളത്? ഇപ്പോൾ IPT ഈ ഒരു കാരണം IPT ഒരു പ്യുവർ കോർപ്പറേറ്റ് കമ്പനിയാണ്. ഒരു ടൂറോ അല്ലെങ്കിൽ അങ്ങനത്തെ കമ്പനിയല്ല, ടൂർ കമ്പനിയല്ല, ടൂർ ഓപ്പറേറ്റർ അല്ല. നമ്മൾ നമ്മുടെ സ്വന്തം എംപ്ലോയീസിനെ ഉപയോഗിച്ചിട്ട്, ചൈനയിലുള്ള ഓഫീസിലുള്ള എംപ്ലോയീസിനെ ഉപയോഗിച്ചിട്ട് ആണ് ഈ പരിപാടിക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ IPT ഈ പരിപാടിയിൽ നിന്ന് ഒരു പ്രോഫിറ്റ് ജനറേറ്റിംഗ് കാര്യം ഉദ്ദേശിച്ചിട്ട് ചെയ്യുന്നൊരു പ്രോഗ്രാം അല്ല ഇത്. അപ്പോൾ നമ്മൾ ജനങ്ങളിൽ നിന്ന് അവർ തരുന്ന കാശിന് അതേ രീതിയിൽ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് രീതിയിൽ തിരിച്ച് അവർക്ക് നമ്മുടെ എല്ലാ ഫെസിലിറ്റീസും, അതായത് എൻ്റെ കോൺഫിഡൻസ് ലെവൽ വെച്ചിട്ട് നമ്മൾ ഇത് മുമ്പ് ചെയ്തതും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന രീതിയിൽ ഈ മാർക്കറ്റിൽ വേറെ ആരെങ്കിലും ഒരു കാൻഡൻ ഫെയർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊരു ബിഗ് ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയും വെൽ പ്ലാൻഡ് ആയിട്ട്, അതായത് ദ മൊമെന്റ് നമ്മുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ക്ലയൻസ് അല്ലെങ്കിൽ ഗസ്റ്റ് എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അവരവിടുന്ന് പിക്ക് ചെയ്യുന്നവർ, അതായത് അവരെ റിസീവ് ചെയ്യുന്നത് മുതൽ എങ്ങനെ റിസീവ് ചെയ്യണം, എങ്ങനെ അവരെ അവിടുന്ന് ബസ്സിലേക്ക് കയറ്റണം, ആ ബസ്സിൽ അവരെ എവിടെ ഇരുത്തണം, തിരിച്ചവരെ ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞാൽ അവരെ പാസ്പോർട്ട് എങ്ങനെ കളക്ട് ചെയ്യണം, അവർക്ക് എങ്ങനെ സിം കൊടുക്കണം, അവർക്ക് എങ്ങനെ മറ്റ് സഹായങ്ങൾ ചെയ്യണം, അവരെങ്ങനെ റൂം കീ കൊടുക്കണം, അങ്ങനെ A to Z കാര്യങ്ങൾ നമ്മൾ വെൽ പ്ലാൻഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അതായത് ഒരു നിമിഷം പോലും കസ്റ്റമറിന് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും, അതായത് ഒരു എന്താ പറയുക, അപ് ടു ലിമിറ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ വെൽ പ്രീ പ്ലാൻഡ് ആയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ ഈ പ്രാവശ്യം വരുന്ന ആൾക്കാർക്ക് നല്ല പ്രീമിയം ഹോട്ടൽസിലാണ് താമസം, നല്ല വൃത്തിയും വെടുപ്പുള്ള നല്ല പ്രീമിയം ബസ്സുകളിലാണ് ഫുൾ ടൈം യാത്ര. അതുപോലെ ബുള്ളറ്റ് ട്രെയിൻ അവർക്ക് വരുന്ന ആൾക്കാർക്കൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുള്ളറ്റ് ട്രെയിൻ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്റർടൈൻമെന്റ്സ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. കാൻഡൻ ഫെയർ വിസിറ്റ് ചെയ്യുന്നുണ്ട്. കാൻഡൻ ഫെയറിലേക്കുള്ള എൻട്രിയും മറ്റു കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മുടെ ടീം തന്നെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. 24/7, അതായത് ഇവർ ഉറങ്ങുന്ന സമയം ഒഴിച്ച് ബാക്കി എല്ലാ സമയത്തും നമ്മുടെ ടീം അവരുടെ കൂടെ ഫുൾ ടൈം ഉണ്ടാവും. ഒരു 5-10 പേരുണ്ടാവും. അതിൽ മലയാളികളുണ്ട്. ചൈനീസ് സൈഡിൽ നിന്ന് മാത്രമാണ് 10 ആൾക്കാർ ഞാൻ ഉദ്ദേശിച്ചത്, അവരെ സെർവ് ചെയ്യുന്നത്. അതുകൂടാതെ നമ്മുടെ മലയാളികളും ഏകദേശം ഒരു 10 ആൾക്കാരുണ്ടാവും. അപ്പോൾ ഏകദേശം ഒരു 20ഓളം ആൾക്കാരാണ് ഈ ആൾക്കാരെ കംപ്ലീറ്റ് സെർവ് ചെയ്യുന്നത്. അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, അവർക്കൊരു പ്രോഡക്റ്റ് ഐഡന്റിഫൈ ചെയ്യണോ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അതുകൂടാതെ നമ്മൾ
പിന്നെ ഫർണിച്ചർ മാർക്കറ്റുകൾ, അതുപോലെ ഓപ്പൺ മാർക്കറ്റുകൾ, ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് മാർക്കറ്റുകൾ, ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. നല്ല ഫുഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഏറ്റവും ഹൈലൈറ്റ്, വൺ ഓഫ് ദി ബെസ്റ്റ് ഹൈലൈറ്റ് എന്ന് പറയാൻ കാരണം, ഇന്നേ വരെ വീണ്ടും ഞാൻ പറഞ്ഞു, ഇന്നേ വരെ എൻ്റെ അറിവിൽ ചൈനയിൽ കാൻഡൻ ഫെയറുമായി കണക്റ്റഡ് ആയിട്ട് ഒരാളും ചെയ്യാത്ത രീതിയിലുള്ള പ്രീമിയം ബിസിനസ് കോൺഫറൻസ് ആണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം, ഈ പ്രാവശ്യം എപ്പോഴും. എന്താണ് പ്രീമിയം എന്ന് ഉദ്ദേശിക്കുന്നത്? അത്രയും ലക്ഷറി ആയിട്ടുള്ള നല്ല പ്രീമിയം വെന്യൂവിൽ വെച്ചിട്ട് നമ്മൾ ഒരുപാട് ഇൻഡസ്ട്രിയിലുള്ള ഒഫീഷ്യൽസിനെ വിളിച്ച്, അതുപോലെ ഫോർച്യൂൺ കമ്പനിയിലുള്ള സിഇഒമാരെ, അതുപോലെ ചെയർമാൻമാരെ കൊണ്ടുവന്ന്, അതുപോലെ പല ഗസ്റ്റുകളും, പിന്നെ പല രാജ്യത്തിനുള്ള ഗസ്റ്റുകളെ കൊണ്ടുവന്ന്, അതുകൂടാതെ നമ്മുടെ കൂടെ വന്നിട്ടുള്ള ഈ നമ്മുടെ ഗസ്റ്റുകൾ എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള വലിയൊരു പ്രോഗ്രാം. ഇതിൽ കാൻഡൻ ഫെയറുകളിൽ കാണാൻ പറ്റാത്ത രീതിയിലുള്ള യുണീക്ക് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ നിർമ്മിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, IoT, അല്ലെങ്കിൽ അത്തരം പുതിയ തലമുറ പ്രോഡക്റ്റുകളൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ അത്രയും വെണ്ടേഴ്സിനെ നമ്മൾ ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇവന്റ്, ഈ ഒരു ദിവസത്തെ ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രം മതി നമ്മുടെ ലൈഫ്, അല്ലെങ്കിൽ ബിസിനസിന്റെ ലൈഫ്, ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരു മോട്ടിവേഷൻ ആവാനും, അതിലൂടെ അവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, നെറ്റ്വർക്കിംഗ് ഫെസിലിറ്റീസ്, അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് കിട്ടാനുള്ള ചാൻസ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള ചാൻസുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ടാവും. പുതിയ പുതിയ പ്രോഡക്റ്റുകളെ പരിചയപ്പെടാനുള്ള ചാൻസസ്, അതുപോലെ വരുന്ന ആൾക്കാർക്ക് സ്റ്റേജിൽ കയറി അവരെന്താണ് എന്ന് പറയാനുള്ള, അല്ലെങ്കിൽ അവരെന്താണെന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു അവസരം. അതുകൂടാതെ പ്രധാനപ്പെട്ട പല ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഒഫീഷ്യൽസും കൂടി പങ്കെടുക്കുന്ന ഒരു വലിയൊരു ബിസിനസ് ഇവന്റാണിത്. ഇങ്ങനെ ഒരു ഇവന്റ് ഇതുവരെ ആരും നടത്തിയിട്ടില്ല, ഇനി അങ്ങോട്ട് ആരും നടത്തുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് പൈസ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന സാധനമല്ല. കാരണം ഇത്രയും റിസോഴ്സിനെ ഒരുമിച്ചിട്ട് കൊണ്ടുവരിക എന്നുള്ളത് ലോക്കലി നിൽക്കുന്ന ഒരു ടീമിന് മാത്രമേ സാധിക്കൂ. കാരണം അതും 1-2 ആൾക്കാർക്കല്ല. നമ്മുടെ ടീം, IPTയുടെ 40ഓളം വരുന്ന ടീം രാവും പകലും കഴിഞ്ഞ 2 മാസം ഇതിന്റെ ബാക്കിൽ നടന്നിട്ടാണ് ഓരോ കാര്യങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. നമ്മളൊരു ഹോട്ടൽ ബുക്ക് ചെയ്യുന്നത് പോലും നമ്മുടെ ടീം ഓൺലൈനിലല്ല ബുക്ക് ചെയ്യുന്നത്, ഡയറക്റ്റ് ചെയ്യുന്ന അവരുടെ മാനേജ്മെന്റിനോട് സംസാരിച്ച് അവരുടെ റൂമുകൾ എങ്ങനെയാണ്, അവരുടെ ബാത്റൂം എങ്ങനെയാണ്, അവരുടെ പൈപ്പിംഗ് സിസ്റ്റം എങ്ങനെയാണ്, ബാത്റൂമിൽ എന്തൊക്കെയുണ്ട്, അവരെന്തൊക്കെ കൊടുക്കുന്നുണ്ട്, സ്ലിപ്പർ കൊടുക്കുന്നുണ്ടോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡയറക്റ്റ് ചെന്ന് നോക്കി ഉറപ്പുവരുത്തിയിട്ട് ഓരോ ഘടകങ്ങളും, ഫുഡാവട്ടെ ഏത് ഘടകങ്ങളും, ബസ്സാണെങ്കിൽ പോലും നമ്മൾ അവിടെ ചെന്ന് നോക്കി ഉറപ്പ്, എങ്ങനെയെങ്കിലും നമ്മളിങ്ങനെ ബുക്ക് ചെയ്യില്ല. കാരണം വരുന്ന ആൾക്കാർക്ക് ഒരു പ്രീമിയം ഒരു എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ അവർക്ക് ഏറ്റവും നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ IPT ടീം ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ലൈഫ് ലോങ് വേണ്ട സപ്പോർട്ടുകൾ, ബിസിനസ് അവർക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള സപ്പോർട്ടുകൾ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കും. അവർക്ക് എന്ത് സാധനങ്ങൾ ഇവിടുന്ന് പ്രൊക്യൂർ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റ് ഇൻഫർമേഷൻസിന് വേണ്ടിയിട്ടോ നമ്മൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഈ പരിപാടി കഴിയുന്നതോടുകൂടി നമ്മൾ ഈ പരിപാടി ആൾക്കാർ പിരിഞ്ഞു പോകുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അതിനു മുമ്പ് ഒക്കെ നടത്തിയിട്ടുള്ള എല്ലാവർക്കും നമ്മളൊരു കമ്മ്യൂണിറ്റി തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എല്ലാവരും ഇപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ അതിൽ പല ആൾക്കാരും നമ്മളായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്, പല ആൾക്കാരും പുറത്ത് ബിസിനസ് ചെയ്യുന്നുണ്ട്, പല ആൾക്കാരും നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്, പല സപ്പോർട്ടുകൾ. എപ്പോഴും IPT ടീം അവിടെ ഫുൾ ആക്റ്റീവായിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലോങ് ടൈം സപ്പോർട്ടിന് എപ്പോഴും നമ്മളോട് ഉണ്ടാവും. സ്കെയിലപ്പ് വില്ലേജ് എന്ന് പറയുന്ന ആസ് എ ഫെസിലിറ്റേറ്റർ എൻറ്റിറ്റി നമ്മളും ഒരുങ്ങുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ നമ്മൾ ട്രിപ്പിന്റെ കൂടെ ഈവൻ നമ്മളെ സ്കെയിലപ്പിന്റെ ഡയറക്ടേഴ്സ് വരെ നമ്മളെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ MLA നജീബ് കാന്തപുരം, അതുപോലെ ബാക്കിയുള്ള ഡയറക്ടേഴ്സും ഓരോ ബിസിനസ് മേഖലയിലുള്ള പ്രമുഖരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഒരു ചൈന കാൻഡൻ ഫെയർ ട്രിപ്പ് അല്ലാതെ ഇത് ആക്ച്വലി ഒരു ബിസിനസ് കമ്മ്യൂണിറ്റി ആയിട്ട് വളർത്താനും അതിലുള്ള മാക്സിമം ക്രോസ് ലെവറേജ് ചെയ്തിട്ട് തന്നെ ആക്ച്വലി നമുക്ക് കുറെ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ടാപ്പ് ചെയ്യാനും, ഇപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇനി ഇവിടെ സ്കെയിലപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ നമുക്ക് കുറെ കാര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്, മെന്റർഷിപ്പ്, അതുപോലെ ഫെസിലിറ്റേഷൻ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളുടെ സിഗ്നേച്ചർ ഇവന്റ് ആയ സ്കെയിലപ്പ് കോൺക്ലേവ് വരുന്നുണ്ട്. അപ്പോൾ അതിലോട്ടുള്ള ആക്സസും ബാക്കിയുള്ള കാര്യങ്ങളും, അതായത് ഒരു വൈഡർ ഓഡിയൻസിലോട്ട് ഇവർക്ക് എത്തിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ സൈഡിൽ നിന്നും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചൈനയിലേക്ക് വരുന്ന ഒരാളെന്നുള്ള രീതിയിലോട്ട് എന്തെങ്കിലും അവര് എന്ത് വർക്കാണ് ചെയ്യേണ്ടത്, മീൻസ് ആക്ച്വലി അവർക്കൊരു പ്രോഡക്റ്റ് ഐഡന്റിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതെങ്ങനെ നാരോ ഡൗൺ ചെയ്യണം, അതില് മീൻസ് എന്തെങ്കിലും ഒപ്പീനിയനോ സജഷൻസോ കാര്യങ്ങളോ ഉണ്ടോ? സ്പെസിഫിക് റിക്വയർമെന്റ് ഉള്ള ആൾക്കാരാണ് വരുന്നതെങ്കിൽ അവർക്ക് ഇന്ന സാധനങ്ങൾ കാണണം, ഇന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ
വരുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ IPT ടീമിന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടുകൾ അവരോട് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് നോക്കും. അപ്പോൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഫേസ് ടു ഫേസ് ആയിട്ട് നമ്മുടെ ഹോട്ടലിൽ തന്നെ നമുക്ക് 24/7 തന്നെ പറയാം ഏകദേശം, കാരണം നമുക്ക് ഉറങ്ങുമല്ലോ. അത് 24/7 ഞാൻ പറഞ്ഞില്ല, എന്നാലും മിക്ക സമയങ്ങളിലും ഓപ്പൺ ആയിട്ടുള്ള നമുക്കൊരു മീറ്റിംഗ് റൂമേ അവൈലബിൾ ആണ്. കസ്റ്റമേഴ്സിന് എപ്പോഴും വേണമെങ്കിലും നമ്മൾ കാണാം. അവർക്ക് അവരുടെ ഏത് സംശയങ്ങളും നമ്മളെടുത്ത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളെടുത്ത് ഡിസ്കസ് ചെയ്യാം. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, എവറിത്തിങ് ഇൻ ഡീറ്റെയിൽഡ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കും. ഇവരെ എങ്ങനെ കംഫർട്ട് ആക്കണം, ഇവരുടെ ബിസിനസ്സിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ എല്ലാം നമ്മൾ കംപ്ലീറ്റ്ലി സെറ്റ് ചെയ്തിരിക്കുകയാണ്. അവർ വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഐ എം വെരി ഷുവർ they will have a lot of benefit, lot of networking opportunities, and to understand more about the products and more about the people, culture, and business opportunities. That I'm very sure. ഓക്കെ, സോ ഞാനൊരു വെണ്ടറെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ IPT അതിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് ആ വെണ്ടറായിട്ട് കണക്ട് ചെയ്യാനും അതിന്റെ റിലയബിലിറ്റി ഫൗണ്ട് ചെയ്യാനും ഒക്കെ IPT എന്നെ സപ്പോർട്ട് ചെയ്യും? നമ്മുടെ ഒരു IPTയുടെ ഒരു ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട പ്രോഡക്റ്റ് നമ്മൾ സോഴ്സ്, അതായത് ഡെവലപ്പ് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ സോഴ്സ് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമ്മൾ ചെയ്തു കസ്റ്റമറിന്റെ റിക്വയർമെന്റ് അനുസരിച്ച്. ഇനി അതുകൂടാതെ അവർ ഓൾറെഡി ഒരു വെണ്ടറെ കണ്ടെത്തിയിട്ടുണ്ട്, ആ വെണ്ടർ ജെന്യൂൻ ആണോ മറ്റു കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാൻ കഴിയും. അല്ല നമ്മൾ കണ്ടെത്തിയ വെണ്ടർ മാത്രമേ നിങ്ങൾ കോപ്പറേറ്റ് ചെയ്യാവൂ അങ്ങനെ ഒന്നുമില്ല. അവർ കണ്ടെത്തിയ വെണ്ടറിനായിട്ട് നമ്മൾ കോപ്പറേറ്റ് ചെയ്യും. അതിന് ഗവൺമെന്റ് എത്രത്തോളം നമുക്ക് സപ്പോർട്ട് തരുന്നുണ്ട്? ഈ R&D എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യാനും മാനുഫാക്ചറിങ് ഹബ്ബ് സെറ്റപ്പ് ചെയ്യാനും അവർ വെൽക്കമിങ് ആണോ? ചൈന തീർച്ചയായിട്ടും വെൽക്കമിങ് കൺട്രി ആണ്. ചൈനയിൽ നമുക്കൊരു കമ്പനി ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ 100% ഒരു ഫോറിനറിന് കമ്പനി ഓപ്പൺ ചെയ്യാം. ഒരു സ്പോൺസറോ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയുടെ ആവശ്യമില്ല. പക്ഷെ കമ്പനി ഓപ്പൺ ചെയ്യാൻ എളുപ്പമാണെങ്കിലും കമ്പനി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജ് ബാരിയർ, അതുപോലെ ഇവിടുത്തെ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എല്ലാവരും ചൈനക്കാരാണ്. അപ്പൊ അവരുടെ ഇടയിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളൊരു കാര്യം. പിന്നെ അതുപോലെ ഇവിടെ കമ്പനി ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളൊരു എന്താ പറയുക, ഒരു ക്യാപിറ്റൽ കാണിക്കണം. അത് ചിലപ്പം ഡൊമസ്റ്റിക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മിനിമം ഒരു ഡൊമസ്റ്റിക് ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മിനിമം, അതായത് മാനുഫാക്ചറേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മിനിമം ഒരു 5 to 10 million RMB എങ്കിലും നമ്മളൊരു ക്യാപിറ്റലായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ മാത്രം നമുക്കൊരു ക്രെഡിബിലിറ്റി ഉണ്ടാവുള്ളൂ. പക്ഷെ ആ ക്യാപിറ്റൽ കാണിച്ചാൽ മാത്രം പോരാ, അടുത്ത 5 വർഷത്തിന്റെ അകത്ത് ഈ ക്യാഷ് ഈ കമ്പനിയിലേക്ക് ഇത് ഇഞ്ചക്ട് ചെയ്യുകയും വേണം. അതാണ് മുമ്പ് 30 വർഷമായിരുന്നു, പക്ഷെ ഇപ്പൊ അത് 5 വർഷമായിട്ട് ചുരുക്കിയിട്ടുണ്ട്. ഈ 5 വർഷം കൊണ്ട് നമ്മൾ ഈ ക്യാപിറ്റൽ ഇതിനകത്തേക്ക് ഇഞ്ചക്ട് ചെയ്യണം. ഇത് ഈ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മുഖമുദ്രയാണ്. കാരണം നമ്മുടെ കമ്പനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റിന്റെ ഒരു ലിമിറ്റ്. അപ്പോൾ പല സപ്ലൈ ചെയിൻ നമ്മളെ കോപ്പറേറ്റ് ചെയ്യുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ നോക്കുന്നത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടാണ്. രണ്ടാമത് ഇവിടെ നിന്നുള്ള ബാങ്കിങ് സിസ്റ്റം ആവട്ടെ, അല്ലെങ്കിൽ ഗവൺമെന്റ് ആവട്ടെ, മറ്റുള്ളവരാവട്ടെ, ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും തരുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു കമ്പനിയൊക്കെ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചൈനയിൽ വെറും സർക്കാരിന്റെ ഒരു ചെലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ₹1 മതി, 1 RMB, അതായത് ഇന്ത്യയുടെ 12 രൂപ. പക്ഷെ സാധാരണ നമ്മൾ ആൾക്കാർ ആ ബുദ്ധിമുട്ട് ഏറ്റെടുക്കാൻ താല്പര്യമില്ല. കാരണം ഒരുപാട് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും നമ്മൾ കൂടുതലും ഏജൻസിനെ ഏൽപ്പിക്കുക. ഏജൻസിന്റെ അടുത്താണെങ്കിൽ പോലും ഒരു 1500-2000 RMB ഉണ്ടെങ്കിൽ നമുക്കൊരു കമ്പനി രജിസ്റ്റർ ചെയ്ത് എല്ലാ അതിന്റെ ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം വിത്തിൻ എ വീക്ക് നമുക്കെല്ലാം കിട്ടും. അപ്പൊ അത്രയും ഫ്രണ്ട്ലി ആണ്, അത്രയും എളുപ്പമാണ്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ കമ്പനി ഉണ്ടാക്കുന്നത് എളുപ്പമാണെങ്കിൽ പോലും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. കാരണം ഇവിടെ ഉണ്ടായിരിക്കുന്ന എംപ്ലോയീസിനെല്ലാം നമ്മൾ സോഷ്യൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യണം. അത് സാലറി കൂടാതെ അത് മാൻഡറ്ററി ആയിട്ട് അവർക്കുള്ള 5 തരം സോഷ്യൽ സെക്യൂരിറ്റീസ് ഉണ്ട്, അത് പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ അത് ഒരു എംപ്ലോയീസിന് തന്നെ ചിലപ്പം കമ്പനി ഒരു 60% കൊടുക്കുമ്പോൾ തന്നെ ഏകദേശം ഇന്ത്യയുടെ ഒരു 12,000-15,000 രൂപയാവും. അങ്ങനെ എത്ര എംപ്ലോയീസ് ഉണ്ടോ എത്ര എംപ്ലോയീസിന് നിർബന്ധമായിട്ട് കൊടുത്തിട്ടിരിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് എല്ലാ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. രണ്ടാമത് നമ്മളെ പോലത്തെ ഹൈടെക് എന്റർപ്രൈസസ് ആണെന്നുണ്ടെങ്കിലും, നാഷണൽ ഹൈടെക് എന്റർപ്രൈസസ് ആണെന്നുണ്ടെങ്കിലും, നമ്മൾ എത്രത്തോളം ജോബ് ക്രിയേറ്റ് ചെയ്യുന്നു, അതുപോലെ എത്രത്തോളം കാര്യങ്ങൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നു. ഈവൻ ഫോർ മൈ കമ്പനി, ഇന്ത്യൻ ആയിട്ടുള്ള നമ്മുടെ കമ്പനിക്ക് പോലും ഗവൺമെന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വേണ്ടി നമുക്ക് ഇൻസെന്റീവ്സും ബോണസ് ഒക്കെ തരും. വർഷത്തിൽ നല്ലൊരു എമൗണ്ട് തരും. എന്റെ കമ്പനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, ഒരുപാട് കമ്പനികൾക്ക്. അതുപോലെ ഹൈടെക് എന്റർപ്രൈസസ് ആയിട്ടുള്ള കമ്പനികൾക്ക് ചിലപ്പോൾ ഒരു 1000 സ്ക്വയർ മീറ്ററിന്റെ ഒരു ഓഫീസ് എടുക്കണം എന്നുണ്ടെങ്കിൽ
നല്ലൊരു എമൗണ്ട് ആവും, ചിലപ്പോൾ 15 ലക്ഷം രൂപ ഒക്കെ ആവും നല്ലൊരു CBD സ്ഥലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ. പക്ഷെ അത് ഗവൺമെന്റ് പുതിയ പുതിയ സ്കീംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ നമ്മൾ 15 ലക്ഷം കൊടുക്കുന്നതോടത്ത് നമ്മൾ അതിന്റെ 1/3 മാത്രം കൊടുത്താൽ മതി, കാരണം ബാക്കി മൊത്തം ഗവൺമെന്റ് കൊടുക്കും. അപ്പൊ അങ്ങനത്തെ ഒരുപാട് സ്കീംസും പോളിസീസും ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബാങ്കിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ബിസിനസ് പ്ലാൻ ഉണ്ട്, നമുക്ക് നല്ലൊരു സെറ്റപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബാങ്കിൽ നിന്നും ഇഷ്ടംപോലെ നമുക്ക് ലോണും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ സപ്പോർട്ട് ചെയ്യാനും ഗവൺമെന്റും ബാങ്കും എല്ലാം തയ്യാറാണ്. അപ്പൊ ഇറ്റ്സ് എ വെരി ഫ്രണ്ട്ലി കൺട്രി. ഓക്കെ. സോ ബേസിക്കലി നാട്ടിൽ ഒരു കമ്പനി തുടങ്ങുന്നതിനേക്കാളും എളുപ്പവും ചെലവ് കുറവാണ് ചൈനയിൽ സെറ്റപ്പ് ചെയ്യാൻ. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യാനാണ് നമ്മൾ കൂടുതൽ നമ്മുടെ സ്ട്രാറ്റജീസും ഓപ്പറേഷണൽ ഐഡിയാസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ റെലവൻസ് വരുന്നത് ബേസിക്കലി, അല്ലേ? അതെ, കാരണം ലാംഗ്വേജ് ബാരിയർ ഉണ്ട്, അതുപോലെ ഒരുപാട് ഇവിടുത്തെ സിസ്റ്റം നമുക്ക് അറിയാത്ത സിസ്റ്റം ആയതുകൊണ്ട് പഠിച്ചെടുക്കണമെങ്കിൽ സമയം വേണം. പിന്നെ അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് കുറച്ച് സമയം കാര്യങ്ങളൊക്കെ എടുക്കും. പല കമ്പനികളും ഇവിടെ വന്നിട്ട് സെറ്റ് ചെയ്തിട്ട് പോയിട്ട് 30-40 ആൾക്കാരൊക്കെ വെച്ചിട്ട് വിത്തിൻ 6 month 8 months ക്ലോസ് ചെയ്ത് പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഇവിടെ കുറെ കമ്പനികൾ റൺ ചെയ്യുന്നുണ്ട്, പല ആൾക്കാർക്കും പല ഫോറിൻ കമ്പനികളെല്ലാം ഇവിടെ ഉണ്ട്. പക്ഷെ അത് ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഈസി. മനസ്സിലായി. ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ഒരു സാധനം കൂടി ചോദിക്കട്ടെ. നൗഷാദ് ഖാന്റെ മീൻസ് മുന്നുള്ള ഒരു കോൺവെർസേഷനിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്കായ ഒരു കാര്യമാണ്. അതായത് അവിടുത്തെ R&D വിങ് നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മളെ കമ്പനി സാലറി, ബാക്കിയുള്ള ഇൻസെന്റീവ്സും ബാക്കിയുള്ള കാരണങ്ങൾ അത് കൂടാതെ ഈവൻ ഗവൺമെന്റ് വരെ അത് ഇൻസെന്റീവ്സ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം നൗഷാദ് ഖാൻ മുന്നേ മെൻഷൻ ചെയ്തതായിട്ട് ഓർക്കുന്നു. അപ്പോ അങ്ങനെ ഉണ്ടോ? അതായത് ഗവൺമെന്റ് നമ്മുടെ ഒരു പ്രൈവറ്റ് കമ്പനി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ റിസോഴ്സും ക്വാളിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എംപ്ലോയീസിനെ സപ്പോർട്ട് ചെയ്യും. അതായത് നമ്മുടെ കമ്പനിനെ പ്രൊമോട്ട് ചെയ്യുന്ന എന്നതിനുപരി ആ രാജ്യത്ത് നടക്കുന്ന റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം ജോബുകൾ ക്രിയേറ്റ് ചെയ്യുന്നു, നമ്മൾ എത്രത്തോളം എക്സ്പോർട്ടുകൾ ചെയ്തു, അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വർഷത്തിൽ നമുക്കൊരു ബോണസ് അല്ലെങ്കിൽ ഇൻസെന്റീവ്സ് ആയിട്ട് വരും. ചില കമ്പനികൾക്ക് കോടികൾ വരെ കിട്ടുന്ന കമ്പനികളുണ്ട് ഹൈടെക് എന്റർപ്രൈസസിൽ ഗവൺമെന്റിന്റെ വർഷത്തിൽ. മനസ്സിലായി. നമുക്ക് ഇപ്പോ എനിക്ക് ഈ ത്രൂ ഔട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താ വെച്ചാല് ആക്ച്വലി നല്ല എംപ്ലോയി ഫ്രണ്ട്ലി ആണ് കമ്പനീസ്. അതായത് ഗവൺമെന്റ് ആണെങ്കിലും സിസ്റ്റംസ് ആണെന്നുണ്ടെങ്കിലും എംപ്ലോയി ഫോക്കസ്ഡ് ആയിട്ട്, അതായത് ബേസിക്കലി ഇതിന്റെ ഒരു ബിഗർ ഗോൾ അച്ചീവ് ചെയ്യാൻ എന്തൊക്കെയാണോ വേണ്ടത് അത് ഗവൺമെന്റ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള സപ്പോർട്ട് സിസ്റ്റം ആണ് അവിടെ നമുക്കുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരാളവിടെ കമ്പനി തുടങ്ങുകയാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ എംപ്ലോയീസ് ഇപ്പോൾ ഇത്ര പെർസെൻറ്റേജ് മീൻസ് ചൈനീസ് വേണമെന്നുണ്ടോ, അതോ നമുക്ക് ആക്ച്വലി ഒരു സിംഗിൾ പേഴ്സൺ കമ്പനിയോ അല്ലെങ്കിൽ ഒരു മിനിമൽ കമ്പനി സെറ്റപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് അവിടെ ഓപ്പൺ ആണോ? ഇപ്പോൾ ചൈനയുടെ ഒരുപാട് പ്രൊവിൻസ് ഉണ്ട്. പ്രൊവിൻസ് മീൻസ് ലൈക്ക് എ സ്റ്റേറ്റ്. അപ്പോൾ പല സ്റ്റേറ്റിലും പല നിയമങ്ങളാണ്. അപ്പോൾ ചില സ്ഥലങ്ങൾ, ഇപ്പോൾ ഷെൻജൻ പോലത്തെ സ്ഥലങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ദർ ഷുഡ് ബി വൺ. ഇപ്പോൾ ഞാനൊരു കമ്പനി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ദർ ഷുഡ് ബി വൺ ചൈനീസ്. ആ ചൈനീസ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഫോറിനേഴ്സിന് 1-2 വിസ കിട്ടും. പിന്നെ അതുപോലെ നമ്മുടെ നാട്ടിലുള്ള ഒരു മിഥ്യാധാരണയാണ് ഇവിടുത്തെ എല്ലാ കമ്പനികളും കൺട്രോൾ ചെയ്യുന്നത് ഗവൺമെന്റ് ആണെന്നുള്ളത്. അത് ചുമ്മാ ഒരു മിഥ്യാധാരണ മാത്രമാണ്. ഗവൺമെന്റിന് അല്ലെങ്കിൽ ഷെയർ ഉള്ള കമ്പനികളും അല്ലെങ്കിൽ സ്റ്റേക്ക് ഉള്ള കമ്പനികളുണ്ട്. എല്ലാ കമ്പനികളും അങ്ങനത്തെ കമ്പനികളല്ല. മെജോറിറ്റി കമ്പനികളും ഇൻഡിവിജ്വൽ ആയിട്ട് നടത്തുന്ന കമ്പനികളാണ്. അപ്പൊ അതും നമ്മുടെ നാട്ടിലുള്ള ഒരു മിഥ്യാധാരണ മാത്രമാണ്. ഇവിടെ എല്ലാ കമ്പനികളും ഗവൺമെന്റിന്റെ അണ്ടറിൽ ഗവൺമെന്റ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. അത് തെറ്റിദ്ധാരണ മാത്രമാണ്. മനസ്സിലായി. നമ്മള് ഇപ്പോ ഒറ്റ വാക്കിൽ ചോദിക്കുകയാണെങ്കിൽ ചൈനയുടെ സൂപ്പർ പവർ എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ, അതായത് മാനുഫാക്ചറിങ് ഫോർ വേൾഡ് ആണ് ചൈന. അപ്പോ ഈ ഒരു കാര്യം സാധ്യമാക്കാൻ വാട്ട് ഈസ് ദ സൂപ്പർ പവർ ചൈന ഹാവ്? അതായത് ഇപ്പൊ നമുക്ക് കുറെ സ്ട്രാറ്റജീസ് നമ്മൾ അനലൈസ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഒരു ക്ലസ്റ്ററിങ് മോഡലിലാണ് ഇപ്പോൾ ചൈന വർക്ക്ഔട്ട് ചെയ്യുന്നത്. അതായത് ഓരോ സിറ്റിക്കും അതിൻ്റെതായ ഒരു പ്രത്യേകതകൾ കൊടുത്തിട്ടുണ്ട്. ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. അപ്പൊ നമുക്കിപ്പോ എനിക്കറിയുന്നത് വെച്ചിട്ട് ഞാൻ പറയാണ്, ഷെൻജൻ എന്ന് പറയുന്ന സിറ്റി നമുക്ക് സിലിക്കൺ വാലി ഓഫ് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞിട്ടാണ് ഷെൻജൻ അറിയപ്പെടുന്നത്. അവിടെ അത്രക്കും ഫെസിലിറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ആ ഏരിയ എന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് എല്ലാ ലോജിസ്റ്റിക്സ് ആണെങ്കിലും എൻഡ് ടു എൻഡ് നമുക്ക് ആ ഒരു സപ്പോർട്ട് സിസ്റ്റം അവിടെ ഓൾറെഡി ഇൻ പ്ലേസ് ആണ്. അപ്പോൾ അതാണോ ഈ ചൈനയുടെ സൂപ്പർ പവർ ആവാൻ കാരണം, അതോ വേറെ എന്തെങ്കിലും റീസൺസ് ഉണ്ടോ? നൗഷാദ് ഖാന്റെ ഒരു തോട്ട് പ്രോസസ് എന്താ? എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്
3 ഘടകങ്ങളാണ് നമ്മുടെ ഏതൊരു രാജ്യമായാലും വളർന്നു വരാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് വേണ്ടത് 3 ഘടകങ്ങളാണ്. ഒന്ന് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട സംഭവമാണ് ഇൻഫ്രാസ്ട്രക്ചർ. ട്രാൻസ്പോർട്ടേഷൻ ലോജിസ്റ്റിക് മൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കണം. അപ്പൊ ഞാനൊക്കെ 20 വർഷം മുമ്പ് വരുമ്പോൾ തന്നെ ഇവിടുത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ റോഡ് സിസ്റ്റം, ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇറ്റ്സ് എ നെക്സ്റ്റ് ലെവലായിരുന്നു 20 വർഷം മുമ്പ്. അപ്പോൾ ഒരു രാജ്യത്തിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ അവർ കുറേ വർഷങ്ങൾക്ക് മുമ്പേ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. രണ്ടാമത് ചൈന സൂപ്പർ പവർ ആകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A to Z എല്ലാ സപ്ലൈ ചെയിൻസും അവൈലബിൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ് ചൈന. ഇവിടെ എന്തൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും അതിന് തൊട്ടടുത്ത് തന്നെ നമുക്ക് അതിന് വേണ്ട എല്ലാ ഘടകങ്ങളും, അതിന് വേണ്ട എന്തൊരു കമ്പോണൻസ് ആണെങ്കിലും അല്ലെങ്കിൽ എന്തൊരു സപ്ലൈ ചെയിൻ ആണെങ്കിലും നമുക്ക് ഈസി ടു ആക്സസ് ആണ്. ഇപ്പൊ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ എർത്ത് മിനറൽസ് അല്ലെങ്കിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഉള്ള രാജ്യം, എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യം ചൈനയാണ്. അപ്പൊ അതുപോലും നമ്മൾ ഇപ്പൊ ചൈന അത് തടഞ്ഞു വെക്കുകയോ അല്ലെങ്കിൽ അത് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രാജ്യത്തിന്റെ എക്കണോമിനും ബാധിക്കും. അതുപോലെ തന്നെ പല രാജ്യത്തിന്റെ കാർ നിർമ്മാണം അല്ലെങ്കിൽ ഫോൺ നിർമ്മാണം അല്ലെങ്കിൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ IoT, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്തോ ആവട്ടെ, അതിനൊക്കെ വേണ്ട പ്രധാനപ്പെട്ട എർത്ത് മിനറൽസ് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ചൈന. അത് നിർത്തലാക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തന്നെ മറ്റു അപ്പൊ അതൊക്കെ തന്നെയാണ് ഇവരുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സൂപ്പർ പവർ. മൂന്നാമത് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പം മുതലേ കുട്ടികൾ വളർന്നു വരുന്നത് പോലും വളരെ ഒരു ഡിസിപ്ലിൻ മാനറിലാണ്. അത് ഒരു ജോലിക്ക് ചേർത്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു ജോലിയിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ കമ്പനി എവിടെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അവരൊരു എഫിഷ്യൻസി കൂടുതലാണ്. അവർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, രാജ്യം ലേബേഴ്സിന് അനുകൂലമായി നിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. അപ്പോൾ കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളും കമ്പനിയും പിന്നെ ലേബറും തമ്മിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ പോലും കൂടുതലും ലേബേഴ്സിന് ഫേവർ ചെയ്തിട്ട് ഉള്ള നിയമങ്ങളൊക്കെ ഉള്ള രാജ്യങ്ങളാണ്. അപ്പോൾ പക്ഷെ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കോർപ്പറേറ്റ്സിന്റെ തട്ടി മാറ്റുക അല്ലെങ്കിൽ അവരെ അടിച്ചമർത്തുന്നില്ല. റീസണബിൾ ആയിട്ടുള്ള ആരടുത്താണ് ന്യായം അതിനനുസരിച്ച് നിൽക്കും. അപ്പോൾ കൂടുതലും ലേബേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും. അവർക്ക് എന്ത് ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്. ഇതൊക്കെ തന്നെയാണ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് റീസൺ വൈ ചൈന സൂപ്പർ പവർ. ഇപ്പോ നൗഷാദ് പറഞ്ഞ പോയിന്റിൽ ഒന്ന് ഞാൻ സൂം ഇൻ ചെയ്യാൻ പോവാണ്. അതായത് അവിടുത്തെ കുട്ടികളുടെ, അതായത് അവിടുത്തെ യൂത്തിന്റെ ഒരു സിസ്റ്റം പറഞ്ഞല്ലോ. അപ്പോൾ അത് ആക്ച്വലി എങ്ങനെയാണ് അവിടുത്തെ യൂത്ത് എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്തു ഇപ്പൊ നമ്മൾ വരുമ്പോഴും വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലൊക്കെ. അപ്പോൾ അവരുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റം എങ്ങനെയാണ്? നമ്മളവിടെ നോർമൽ പോലെ K-12 എഡ്യൂക്കേഷൻ കഴിഞ്ഞ ഡിഗ്രി 4 വർഷം അങ്ങനെയാണോ? അതോ അവര് ഇപ്പോ പഠിക്കുന്ന സമയത്ത് തന്നെ വർക്ക് ചെയ്യോ? മീൻസ് അവരുടെ ഒരു മെത്തേഡ് എന്താണ്? അതിലെന്തെങ്കിലും നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജീസ് അതിലുണ്ടോ? നമുക്ക് പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ സ്റ്റുഡൻസിന്റെ അടുത്ത് നിന്നുണ്ട്. അതായത് അവരെ വളർത്തിക്കൊണ്ടുവരുന്നതന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, വളരെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ടാണ് വളർത്തിക്കൊണ്ടുവരുന്നത്. കൂടുതൽ അവരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പ്രാക്ടിക്കൽ നോളജിലാണ്. നിങ്ങൾ തിയറി പഠിച്ചെന്നുള്ളതല്ല, കൂടുതലും പ്രാക്ടിക്കൽ നോളജ്. അത് സ്കൂൾസിലാണെന്നുണ്ടെങ്കിലും മറ്റു സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിലും. ഇപ്പോൾ ഒരു ചെറിയ കിൻഡർ ഗാർഡനിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അവിടെ കുട്ടികൾ എല്ലാവരോടും കളിപ്പാട്ടം കൊണ്ടുവരാൻ പറയും. ഒരു എക്സാമ്പിളായിട്ട് പറയണം, കുട്ടികളുടെ ഡിസിപ്ലിൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കളിപ്പാട്ടം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ആ കളിപ്പാട്ടം എല്ലാവരും കൊണ്ടുവന്നു കഴിഞ്ഞ് ആ കളിപ്പാട്ടം അവരവരുടെ കളിപ്പാട്ടം അവരുടെ ഫ്രണ്ട്സിന് കൊടുത്തിട്ട് ആ ഫ്രണ്ട്സിന്റെ കളിപ്പാട്ടം വാങ്ങിച്ചിട്ട് വിട്ടു പോവുക. അത് ഗിവ് ആൻഡ് ടേക്ക്. ചെറുപ്പം മുതലേ എങ്ങനെ സമൂഹത്തിൽ ഗിവ് ആൻഡ് ടേക്ക് അല്ലെങ്കിൽ എല്ലാം മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന ചെറുപ്പം മുതലേ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാക്ടിക്കൽ നോളജിൽ കൂടുതൽ ഇത് കൊടുക്കുന്നുണ്ട്. പിന്നെ എഡ്യൂക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. പിന്നെ എഡ്യൂക്കേഷൻ ഇവിടെ നേറ്റീവ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും അതുപോലെ ഫോറിനേഴ്സിന് പോലും ഒരുപാട് എഡ്യൂക്കേഷൻ സെക്ടറിൽ ഒരുപാട് സാധ്യതകൾ കൊടുക്കുന്ന, അത് സ്കോളർഷിപ്പ് ആട്ടെ മറ്റ് രീതിയിലാവട്ടെ ഒരുപാട് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു രാജ്യമാണ്. ഇപ്പോൾ തന്നെ ചൈന പുതിയതായിട്ട് ഒരു K വിസ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് അമേരിക്കയിലും മറ്റു രാജ്യത്തൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഇന്ത്യൻസിനെതിരെ കൊണ്ടുവന്നപ്പോൾ ഈ IT മേഖലയിലുള്ള അല്ലെങ്കിൽ മറ്റ് നല്ല മേഖലകളിലുള്ള ജീനിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നപ്പോൾ ചൈന ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് K വിസ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി. അത് ഇത്തരം ആൾക്കാർക്ക് ഇവിടെ അവർ ഓപ്പർച്യൂണിറ്റി കൊടുക്കും. അവരെ ഇവിടെ വെച്ചിട്ട് അവർക്ക് US വളർന്ന പോലെ ഇവിടുന്ന് നന്നായിട്ട് അവർക്ക് ചിലപ്പോൾ ഒറ്റയടിക്ക് 5 വർഷം അല്ലെങ്കിൽ 3 വർഷത്തൊക്കെ വിസ കൊടുത്ത് അവരെ ഇവിടെ തന്നെ കൾട്ടിവേറ്റ് ചെയ്ത് രാജ്യത്തെ ഇൻഡസ്ട്രിക്കും മറ്റു കാര്യത്തിനൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റുള്ള പുതിയ പദ്ധതികളൊക്കെ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റ്. അപ്പൊ ഇവിടുത്തെ നിയമങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർനൈറ്റ്സ് ആണ്. നമ്മളെപ്പോലെ ഒരുപാട് സമയം എടുത്തിട്ടല്ല. അവർക്ക്
രാജ്യത്തിന് അല്ലെങ്കിൽ സമൂഹത്തിന് ഉതകുന്ന അല്ലെങ്കിൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ള എന്ത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവർ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഏറ്റവും വലിയൊരു എക്സാമ്പിൾ, ഡിസിപ്ലിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ പല രാജ്യത്തെ പരേഡുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അടുത്ത് ചൈനയുടെ ഒരു വിക്ടറി പരേഡ് ഉണ്ടായിരുന്നു, ജപ്പാനെതിരെ യുദ്ധം ചെയ്തിട്ട് വിജയിച്ചിട്ടുള്ള വിക്ടറി. അതിലൊരു ഡിസിപ്ലിൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈവൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പോലും അദ്ദേഹം തന്നെ നേരിട്ട് പറഞ്ഞതാണ്, ഇറ്റ്സ് അമേസിങ്, അത് ഭയങ്കര ഒരു സംഭവമായിരുന്നു അവരുടെ ഒരു പരേഡ് എന്ന് പറഞ്ഞത്. അപ്പൊ ഞാനിത് പറഞ്ഞു പറഞ്ഞുകൊണ്ടല്ല, അവരുടെ ഡിസിപ്ലിൻ മെത്തേഡാണ് ഇത്. നമുക്ക് പഠിക്കണം, ഒരുപാട് പഠിക്കാനുണ്ട്. കാരണം നിയമങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെ അനുസരിക്കാനും അതിനെ ഫോളോ ചെയ്യാനുള്ള ഒരു മനസ്സ് ചെറുപ്പം മുതലേ ആൾക്കാരെ കൾട്ടിവേറ്റ് ചെയ്ത്, കുട്ടികളെ കൾട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നു. അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് നമ്മുടെ ചൈനീസ് സ്റ്റുഡൻസിന്റെ അടുത്ത്. തീർച്ചയായിട്ടും മനസ്സിലായി. ഞാൻ ചൈനയിൽ വന്ന സമയത്ത് കണ്ട ഒരു കാര്യമാണ്, അതായത് അവരുടെ ഫുഡിന്റെ ടൈം ആയാൽ അവര് വേറെ ആരും വെയിറ്റ് ചെയ്യൂല. അപ്പൊ ഈവൻ ഒരു പൊട്ടൻഷ്യൽ കസ്റ്റമർ ഉണ്ടെങ്കിൽ വരെ അവര് ഭക്ഷണം അവർ കഴിക്കും. ഇപ്പൊ ഈവൻ കാന്റോൺ ഫെയറിലാണെങ്കിൽ വരെ. പക്ഷെ ദേ ഹാവ് ദെയർ സിസ്റ്റം. പക്ഷെ പിന്നെ അവരെപ്പോഴും, അതായത് സ്നാക്സ് ആയിട്ടും കാര്യങ്ങളൊക്കെ, പക്ഷെ അവിടെ അധികം കൊടവേറുള്ളതോ അങ്ങനെ അധികം മെജോറിറ്റി ആൾക്കാരും ഹെൽത്തി ആയിട്ടാണ് നമ്മൾ കാണുന്നതും. അപ്പോൾ ഈ ഡിസിപ്ലിൻഡ് വേ ഓഫ് എന്താ പറയാ ലൈഫ് തന്നെ ആയിരിക്കും അവരുടെ വർക്ക് ലൈഫ് ബാലൻസും, പിന്നെ അതുപോലെ ഇതുപോലത്തെ ഒരു കൾച്ചറൽ എന്താ പറയാ അഡ്ഹെയർ ചെയ്തുകൊണ്ടും അവർക്ക് മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലെ നൗഷാദ് ഖാന്റെ ഒരു ഇതെന്താ? ചൈനയിലെ ഒരു ഫുഡ് കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ ഈ കാർബ്സ് ഒരുപാട് എടുക്കുന്ന ആൾക്കാരില്ല, ഈ ചോറ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒരുപാട് കഴിക്കുന്ന ആൾക്കാരില്ല, കഴിക്കും. പക്ഷെ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഡിഷസ് ആണ്. നമ്മുടെ നാട്ടിൽ നേരെ ഓപ്പോസിറ്റും ഇവിടെ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ഇവിടുത്തെ ജീവിതം. അപ്പോൾ ഒന്ന് അതായിരിക്കാം. രണ്ടാമത് ജെനറ്റിക്സ് ആണ്. അതായത് ഓരോ സ്ഥലങ്ങളിലും ഉള്ള ഓരോ പ്രത്യേകതരം ജനങ്ങളുടെ ഒരു ജെനറ്റിക്സ് ആണ് അവരുടെ ഒരു ബോഡി ഷേപ്പ് ആകാൻ. പക്ഷെ എൻ്റെ ഒരു അറിവിൽ നിന്ന് മനസ്സിലാക്കിയത് ഇവർ നന്നായിട്ട് എക്സസൈസ് ചെയ്യും, നന്നായിട്ട് ജോലി ചെയ്യും, നന്നായിട്ട് എൻജോയ് ചെയ്യും, നന്നായിട്ട് എക്സസൈസ് ചെയ്യും. ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ. അത്യാവശ്യം നന്നായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കും. അപ്പോൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അവർ ഹെൽത്തിന് അത്യാവശ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് അവർ ഒരു ഇതിൽ നിൽക്കുന്നത്. ഈവൻ നമ്മളവിടെ പാർക്സ് ഒക്കെ വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് ഭയങ്കര ആക്റ്റീവ് ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് കാണാൻ പറ്റും. ഓരോ ഏജ് ഗ്രൂപ്പിൽ ഓരോ കോർണറിൽ നിന്നിട്ട് മീൻസ് അവര് പല ടൈപ്പിലുള്ള എന്താ പറയാ ഡാൻസസും ഫിസിക്കൽ ആക്ടിവിറ്റീസും എക്സസൈസസും ഒക്കെ ചെയ്യുന്നത്. സോ ഒരു ടോട്ടലി ഒരു ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ നമുക്ക് അത് കാണാം. മീൻസ് അത് ആ സെയിം ഡിസിപ്ലിൻ തന്നെ അവരുടെ വർക്ക് ലൈഫ് സ്റ്റൈലിലും നമുക്കത് വിസിബിൾ ആണ് എന്നുള്ളതാണ്. ആ ഡിസിപ്ലിൻ ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു. ഈ 50,000-ഓളം ആൾക്കാർ പങ്കെടുത്ത, കോമൺ ജനങ്ങൾ പങ്കെടുത്തിട്ടുള്ള ഈ പരേഡ് കഴിഞ്ഞു പോയപ്പോൾ ഒരാള് പോലും ഒരു പേപ്പർ പോലും തറയിലിട്ടിട്ടില്ല. മനസ്സിലായി. അതന്നെയാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ. മനസ്സിലായി. അവരുടെ എന്താ പറയാ ആ ഒരു സോഷ്യൽ ബോധം എന്ന് പറയുന്നത് ആക്ച്വലി സോഷ്യൽ അതെ, കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് ഉയർച്ചയിലാണുള്ളത്. അതായത് നമുക്കിപ്പോ അറിയാം അവിടെ ചൈനയിൽ ചൈന മെയിൻലാൻഡ് എന്ന് പറയുന്ന ഇപ്പോൾ നമ്മളെ കാന്റോൺ ഫെയർ ഒക്കെ നടക്കുന്നത് ഗോങ്ജോ എന്ന് പറയുന്ന സിറ്റിയിലാണ്. അപ്പൊ അതുപോലെ ഹോങ്കോങ്ങിലും അവിടെ കമ്പനീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന്റെ ആക്ച്വലി ഒരു എന്താണ് ഡിഫറൻസ് വരുന്നത്? അതായത് ഇപ്പോ ഒരാൾ ഹോങ്കോങ്ങിൽ കമ്പനി തുടങ്ങണോ, ചൈനയിൽ മെയിൻലാൻഡിൽ കമ്പനി തുടങ്ങണോ, അതിലെന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? എന്തെങ്കിലും സ്പെസിഫിക് ടൈപ്പ് ഓഫ് കമ്പനീസിന് ഹോങ്കോങ് അഡ്വാൻറ്റേജ് ഉണ്ടോ? അതെങ്ങനെയാണ് അതിന്റെ ഒരു ബാലൻസ് വരുന്നത്? ഇപ്പൊ നമ്മുടെ നാട്ടിലെ ആൾക്കാർ പെട്രോൾ അടിക്കാനും മറ്റു സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോണ്ടിച്ചേരിയൊക്കെ പോലെ അല്ലെങ്കിൽ മാഹിയിലൊക്കെ പോലെ കുറെ ബെനിഫിറ്റ് കിട്ടും. അതുപോലെ പല ബെനിഫിറ്റ് കിട്ടുന്ന സ്ഥലമാണ് ഹോങ്കോങ്. അതായത് കമ്പനികളൊക്കെ ഓപ്പൺ ചെയ്യുന്നത് കുറച്ചും കൂടി ഫ്രീ ഫോറിൻ കറൻസി കൺട്രി ആയിട്ടുള്ള, അതായത് നമുക്ക് ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ ബിസിനസ് പരമായിട്ടുള്ള, അഫ്കോഴ്സ് സോഴ്സും കാര്യങ്ങളൊക്കെ. ഞാൻ ഒന്നും കൂടി പറയട്ടോ, ഇത് കട്ട് ചെയ്ത് കളഞ്ഞോ, ഒന്നും കൂടി പറയാം. നമ്മുടെ നാട്ടിലെ പോണ്ടിച്ചേരിയും പിന്നെ മാഹിയിലൊക്കെ ആൾക്കാർ പോകാറുണ്ട് പല ബെനിഫിറ്റിന് വേണ്ടിയിട്ട്. അതായത് പെട്രോൾ അടിക്കാനും മറ്റു പല സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും. അതുപോലെ തന്നെ ഉള്ള ഒരു ഏരിയ ആണ് ഹോങ്കോങ്. അപ്പോൾ അവിടുത്തെ ടാക്സേഷനും മറ്റു കാര്യങ്ങളൊക്കെ ചൈന മെയിൻലാൻഡിനായിട്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി സിമ്പിളാണ്. പിന്നെ അവിടെ വെച്ചിട്ട് അപ്പോൾ ചൈനയിലുള്ള ഒരു 99% കമ്പനികൾക്കും അവർക്കൊരു കമ്പനി ഹോങ്കോങ്ങിൽ ഉണ്ടായിരിക്കും. അത് വലിയ കമ്പനി ആവട്ടെ ചെറിയ കമ്പനി ആവട്ടെ.
കാരണം ഈസി $US ട്രാൻസാക്ഷനും കാര്യങ്ങളും, പിന്നെ ഈസി പിന്നെ വെണ്ടർ മാനേജ്മെന്റ്, അങ്ങനെ കുറെ കാര്യങ്ങൾ കൊണ്ടിട്ട് അവിടെ ഒരു കമ്പനി. അത് ചൈനീസ് ഗവൺമെന്റിന്റെ പെർമിഷൻ കൊടുത്ത് തന്നെയാണ് അതൊക്കെ ചെയ്യുന്നതാണ്, അല്ലാതെ ഹിഡൻ ആയിട്ടൊന്നുമല്ല. കാരണം ചൈനയുടെ ഒരു ഡിഫറെന്റ് അഡ്മിനിസ്ട്രേഷൻ ആണ് ഹോങ്കോങ്ങിലെങ്കിൽ പോലും ചൈനയുടെ അണ്ടറിൽ തന്നെയാണ് ഹോങ്കോങ് ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുറെ ഉണ്ട്. പിന്നെ ഈസിയിൽ പെട്ടെന്ന് നമുക്ക് ദുബായിലൊക്കെ ഇപ്പോൾ എല്ലാവരും ബിസിനസ് ചെയ്യുന്ന പോലെ ഈസി ആയിട്ട് പെട്ടെന്ന് ബിസിനസ് ചെയ്യാൻ പറ്റും. മനസ്സിലായി. ഇപ്പോ നമ്മളിപ്പോ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ GCC ഒരാൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്പോൾ ഹോങ്കോങ് ആണോ ചൈനയാണോ, മീൻസ് എങ്ങനെയാണ്, അതെന്തെങ്കിലും സെക്ടർ സ്പെസിഫിക് എന്തെങ്കിലും മനസ്സിൽ വെക്കേണ്ട കാര്യങ്ങളുണ്ടോ? ഹോങ്കോങ്ങിലും തുടങ്ങാം, ചൈനയിലും തുടങ്ങാം. പക്ഷെ ചൈനയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ലോക്കൽ ഡൊമസ്റ്റിക് ബിസിനസ്സിന് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ട്രസ്റ്റ് വർക്ക്, പിന്നെ നിയമപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ ഫോളോ അപ്പ് ചെയ്യാനും അതിന്റെ മറ്റ് ആക്ഷൻസും കാര്യങ്ങളൊക്കെ എടുക്കണം. അതായത് ഒരു ഡിസ്പ്യൂട്ട്, രണ്ട് കമ്പനി തമ്മിലുള്ള ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാലൊക്കെ അതിനെ പെട്ടെന്ന് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനും അതിനെ സോൾവ് ചെയ്യാനൊക്കെ മെയിൻലാൻഡ് കമ്പനികളായിരിക്കും കുറച്ചും കൂടി എളുപ്പം. ഈ കറണ്ട് സിറ്റുവേഷനിൽ ഇറ്റ്സ് ഓൾ അബൌട്ട് AI. നമ്മൾ എവിടെ തിരിഞ്ഞാലും AIന്റെ ഒരു ബസ്സാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ചൈന നമ്മൾ നോക്കിക്കാണുന്ന ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് ടെക്നോളജിയിൽ മുന്നോട്ടുള്ള ഒരു രാജ്യം എന്നുള്ള നിലക്ക് എത്രത്തോളം AI അവിടെ വിസിബിൾ ആണ്, അല്ലെങ്കിൽ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലായിട്ടുണ്ട്? പല ആൾക്കാർക്കും ഇപ്പോഴും AI എന്താണെന്ന് കറക്റ്റായിട്ട് അറിയില്ല. ഒരു പ്രോഡക്റ്റിൽ ഒരു സാധനം പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സാധനം വെച്ചു. അതായത് ഫോർ എക്സാമ്പിൾ ഒരു ഐസ്ക്രീം മെഷീൻസ്. അപ്പോൾ ഇപ്പോഴും എല്ലാവരും അതിനും കൊടുക്കുന്നുണ്ട് AI ഐസ്ക്രീം മെഷീൻസ്. അപ്പോൾ അതെന്താണ്, അവിടെ പോയി നിങ്ങൾ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐസ്ക്രീം കിട്ടും. പക്ഷേ AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. അത് നമ്മളെ പറ്റി പഠിക്കുക, അല്ലെങ്കിൽ നമ്മളെ പറ്റിയിട്ട് നമ്മുടെ ബിഹേവിയർ മനസ്സിലാക്കുക, അതിനനുസരിച്ച് അത് കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ശേഷി ഉണ്ടാവും. അതിനാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്, അല്ലാതെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള പ്രീ പ്രോഗ്രാംഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ചൈനയിൽ പോലും 6ാം ക്ലാസ് മുതൽ എല്ലാ കുട്ടികൾക്കും മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠനം. അപ്പോൾ ഇവിടുത്തെ സകല മേഖലകളിലും ലോജിസ്റ്റിക്സ് ആവട്ടെ, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ആവട്ടെ, അല്ലെങ്കിൽ ഏതൊരു മേഖലകളിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇപ്പോൾ ഇവർ ഇംപ്ലിമെന്റ് ചെയ്തു തുടങ്ങി. അത് ഫുഡ് ഇൻഡസ്ട്രി, അങ്ങനെ പിന്നെ ട്രാൻസ്പോർട്ടേഷൻസ് എല്ലാത്തിലും. അതായത് നമ്മുടെ മനസ്സിലാക്കി, നമ്മുടെ ബിഹേവിയറിനെ മനസ്സിലാക്കി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, അത് ഒരു 4, 5, 10 പ്രാവശ്യം നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ 11ാമത്തെ പ്രാവശ്യം അത് നമ്മളെ പഠിച്ച് നമ്മുടെ മനസ്സിലാക്കി നമ്മുടെ ബിഹേവിയറിനനുസരിച്ചിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയോ അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് സജസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പോൾ അത്രയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇപ്പോൾ ഡീപ്സീക്ക് ഒരു ഉദാഹരണമാണ്. ബില്യൺസ് ഓഫ് ഡോളർ അമേരിക്ക ചെലവ് ചെയ്ത് ഉണ്ടാക്കിയപ്പോൾ അവർ അതിനൊരു ഫ്രാക്ഷൻ ഓഫ് പ്രൈസ് ടാഗിലാണ് ഡീപ്സീക്കിനെ ഉണ്ടാക്കി. ഡീപ്സീക്ക് ഇപ്പോൾ അത് പോപ്പുലർ ആയതുകൊണ്ട് നമുക്കറിയാം. അതുകൂടാതെ ഡീപ്സീക്ക് പോലെ ഒരുപാട് പിന്നെ AI ടൂളുകൾ ഇവിടെ ചൈനയിൽ അവൈലബിൾ ആണ്. അതിൽ ഒരെണ്ണമാണ് തോബോ. അപ്പോൾ തോബോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു AI ടൂളാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ AI മാറിക്കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും നമ്മുടെ പല ആൾക്കാർക്കും AI എന്താണെന്ന് ഇപ്പോഴും മനസ്സിലായി വരുന്നതേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ ചില ആൾക്കാർക്ക് ഇപ്പോഴും പ്രീപ്ലാൻഡ് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അതിനൊരു AI എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് AI എന്നുള്ളതാണ് പല ആൾക്കാരുടെയും ഒരു ധാരണ. അങ്ങനെയല്ല, അതൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ കൂടിയാണ് ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് കാൻട്ടൺ ഫെയർ. മനസ്സിലായി. നമുക്ക് ഈ ടെക്നോളജി എക്സ്പീരിയൻസ് ചെയ്യുന്നപ്പോൾ ഒരു അമേസ്മെന്റ് തോന്നുന്ന എന്തെങ്കിലും ഒരു കാര്യം നൗഷാദ് കാക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ നാട്ടിൽ വരുമ്പോഴും ചൈനയിൽ വരുമ്പോഴും ഒരു ഡിഫറൻസ് ഫീൽ ചെയ്ത ഒരു കാര്യം, അതിപ്പോൾ AI ആവാം, റോബോട്ടിക്സ് ആവാം, ഏതെങ്കിലും ഒരു ഡൊമൈനിൽ ഇപ്പോൾ ഡേ ടു ഡേ ലൈഫിൽ എഫക്ട് ചെയ്യുന്ന, ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നതോ ഒരു ഷോപ്പിങ്ങിന് പോകുന്നതോ അല്ലെങ്കിൽ മീൻസ് ഒരു കാറ് മേടിക്കാൻ പോകുന്നതോ, ഈ ഒരു എക്സ്പീരിയൻസ് വൈസ് ഒരു ലേമേനെ സംബന്ധിച്ചിടത്തോളം എഫക്ട് ചെയ്യുന്ന ഒരു കാര്യം, എന്തെങ്കിലും ഒരു ഹ്യൂജ് ഡിഫറൻസ് തോന്നിയ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ? ഒരുപാട് ഇൻസിഡൻസ് അല്ലെങ്കിൽ ഒരുപാട് കേസ് സ്റ്റഡീസ് ഉണ്ട്. ഇപ്പോൾ പേയ്മെന്റ് സിസ്റ്റം തന്നെ നോക്കി കഴിഞ്ഞാൽ ഞാനൊക്കെ ആദ്യം വന്ന സമയത്ത് നമ്മൾ ക്യാഷ് ആയി, പിന്നെ അത് മാറി QR കോഡായി, QR കോഡ് മാറി, പിന്നെ അത് ഫേസ് മാറി ഇപ്പൊ നമ്മുടെ കൈ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോകും. അതായത് അതൊരു പലചരക്ക് കച്ചവടത്തിൽ പോലും അതാണ് ഇപ്പൊ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊരു ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ഉപയോഗത്തിന്റെ ഒരു ഭാഗം കൂടിയാണ് അത്. അതുപോലെ സെക്യൂരിറ്റി അല്ലെങ്കിൽ റോബോട്ടിക് എഞ്ചിനീയറിംഗിൽ നമ്മളിപ്പോൾ ഇന്നലെ ഞാനൊരു ഫാക്ടറി വിസിറ്റ് ചെയ്തപ്പോൾ സർവൈവലൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇത്, അതായത്
ആ ഈ പർട്ടിക്കുലർ ഏരിയയിലുള്ള ആൾക്കാരുടെ ഡാറ്റ കൊടുത്തു കഴിഞ്ഞ് അത് കൂടാത്ത വേറെ ഏതെങ്കിലും ഒരു ആൾക്കാർ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ ഐഡന്റിഫൈ ചെയ്യാനും അവരെ മനസ്സിലാക്കാനും അത് നമ്മുടെ ബാക്ക് എൻഡിലേക്ക് കൊടുക്കാനും പറ്റുന്ന, അവരെ ഫോളോ ചെയ്യാനും, അതുപോലെ ഫയർ കണ്ടെത്താനും, അവിടുത്തെ ടെമ്പറേച്ചർ കണ്ടെത്താനും, അതുപോലെ എവിടെയെങ്കിലും എന്തെങ്കിലും മോശമായിട്ടുള്ള എന്തെങ്കിലും വേസ്റ്റ് സാധനങ്ങൾ ആ ഓഫീസിൽ ഇട്ടിട്ട് അതിനെ കണ്ടെത്താൻ, അങ്ങനെ പല പല കാര്യങ്ങളും. അതുപോലെ കാർ പാർക്കിങ്ങിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കാർ പാർക്കിങ്ങിൽ എപ്പോഴും ഒരു പോലീസിനെ പോലെ സർവൈലൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും റോബോട്ടിക്സ് നടക്കുന്നത്. ഇതിൽ ഈ ഭാഗങ്ങളിലൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓൾറെഡി ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതൊക്കെ നമുക്ക് വലിയ അത്ഭുതമായിരുന്നു. ഞാനും ഫാക്ടറിയിലൊക്കെ പോയപ്പോൾ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ചെന്നത്. അവരെ ഇൻവൈറ്റ് ചെയ്ത് അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരുടെ പ്രോഡക്റ്റുമായിട്ട്. ആ പ്രോഡക്റ്റ് നമുക്ക് ഇൻഷാ അല്ലാഹ് കാണാം. താങ്ക് യു സോ മച്ച് നൗഷാദ് ക ഫോർ ബീയിങ് ഹിയർ. ആൻഡ് തിരക്കാണെന്നറിയാം, ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിനും ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതിനും. ഇപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ കേൾക്കുന്നത് എങ്ങനെ വെച്ചാൽ കുറെ ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. ഇപ്പോൾ നൗഷാദ് ഖാനെ മീൻസ് നമ്മൾ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുന്ന എങ്ങനെ വെച്ചാൽ യു ഹാവ് ഗോൺ ത്രൂ ദാറ്റ് പാത്ത്. അതായത് ഒരു കമ്പനി നൗഷാദ് ഖാ സ്വന്തമായിട്ട് ഇപ്പോൾ കേരളത്തിൽ നിന്ന് വന്ന് അവിടെ തുടങ്ങി, അത് ഇനീഷ്യേറ്റ് ചെയ്ത് അതിൻ്റെ സ്കെയിലബിൾ വേയിലെത്തി ഇനി കുറേ പേരെ ഹെൽപ്പ് ചെയ്യാനും ഈ മെന്റാലിറ്റി ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, ഞങ്ങൾ താങ്ക് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ആൻഡ് ഞങ്ങൾ നൗഷാദ് ഖാനെ എന്തായാലും ചൈന നമ്മുടെ ബിസിനസ് ട്രിപ്പിനോടൊപ്പം കാണാനും ടൈം സ്പെൻഡ് ചെയ്യാനും വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. നമുക്ക് ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ട്രിപ്പ് തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. അതൊരു റദർ ദാൻ എ ട്രിപ്പ്, ഒരു കമ്മ്യൂണിറ്റി ഗാദറിംഗ് ആയിട്ടും ഒരു കോൺഫറൻസ് ആയിട്ടും ചൈന ആസ് എ കൺട്രി എക്സ്പ്ലോർ ചെയ്യാനും, കാൻഡോൺ ഫയർ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ചെയ്യാനും, അതുപോലെ അവിടെ ഒരു ചൈനയുടെ കൾച്ചർ നമുക്ക് കിട്ടുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ യുവർ I'll say wisdom to spread with us. And ഇത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള, ഇതിപ്പോൾ ചൈനയിൽ വരുന്നതും വരാത്തതുമായ ആളുകൾക്ക് വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, അവിടെ എങ്ങനെ കമ്പനി തുടങ്ങാം, അവിടെ തുടങ്ങാനുള്ള ചലഞ്ചസ് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി ശ്രദ്ധിക്കണം. പിന്നെ ഈ നൗഷാദ് ഖാലോട്ടുള്ള ആക്സസ് എന്ന് പറയുന്നത് തന്നെ വൺ ഓഫ് ദി എന്താ പറയുക ഒരു കീ കാര്യമായിട്ട് തന്നെ നമ്മൾ ഈ ട്രിപ്പിൽ മുന്നോട്ട് നോക്കിക്കാണുന്നു. അപ്പോൾ താങ്ക്സ് അഗെയിൻ എന്താ പറയുക വണ്ടർഫുൾ ടൈം. ആൻഡ് I appreciate it. Thank you so much. Thank you so much.